ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നത് 18 വയസ്സായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ സ്റ്റാൻഡേർഡ് വന്നത്. 18 വയസ്സ് അതുകൂടാതെ ആ ടൈം ലൈൻ, നമ്മൾ ഹിസ്റ്റോറിക്കൽ ടൈം ലൈനിൽ ഓരോന്ന് നോക്കണം, പ്രവാചകൻ്റെ ഒരു റെഫറൻസ് വെച്ചിട്ട്. അതുപോലെ തന്നെ 21 സെഞ്ചുറിൻ്റെതും നോക്കണം. വെൻ ആൻഡ് വൈ ഡിഡ് 18 വയസ്സായത് എന്നാണ്, അതെപ്പോഴാണ് നമ്മൾ വൈഡ്ലി കൺസിഡർ ചെയ്തത്, കല്യാണത്തിനുള്ള പ്രായമായി എന്നുള്ളത് കൺസിഡർ. പ്യൂബർട്ടിയുടെ ഏജ് അതല്ല, കല്യാണം കൺസ്യൂമേഷനകത്ത് പറഞ്ഞ 18 വയസ്സ് പറയുന്നത് ലോയിൽ വന്നത്. ലോയിൽ വന്നത് 18 വയസ്സാണ് കല്യാണം കഴിക്കാനുള്ള പ്രായമെന്ന് പെൺകുട്ടികൾ പറഞ്ഞെടുത്ത് എപ്പോഴാണ് എന്നുവെച്ചാൽ ഇതൊരു രാജ്യമോ അല്ല, ഒരു വർഷത്തിൽ പറഞ്ഞല്ല. എന്ന് വെച്ചാൽ 18 എന്ന് പറഞ്ഞൊരു സാധനം ആരും സെറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ അഡോപ്ഷൻ ഓഫ് 18 ആസ് എ റെക്കമെൻഡഡ് ഗ്ലോബൽ മിനിമം ഇസ് എ റിസൾട്ട് ഓഫ് 20th സെഞ്ചുറി ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ലോ ആൻഡ് റീഇൻഫോം മൂവ്മെൻറ്റ്. 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോഴാണ് യൂറോപ്യൻ യൂണിയന് തോന്നിയത്, യൂറോപ്യൻ യൂണിയൻ അല്ല, യൂണിയന് തോന്നിയത് പ്രായം എന്നത് ഡിഫൈൻ ചെയ്യണം, 18 വയസ്സാക്കണം. അതിന് മുന്നിലൊരു ചരിത്രം ഉണ്ടാവണമല്ലോ, അത് ഞാൻ നോക്കണമല്ലോ. ഐ നീഡ് ടു സീ ദാറ്റ്. കാരണം വേൾഡ് വാർ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് ബോധോദയം വന്നു, എന്തുകൊണ്ട് 18 വയസ്സാക്കണമെന്ന്. വൈ 18 ഈസ് കൺസിഡേർഡ് ആഫ്റ്റർ ദി വേൾഡ് വാർ. ഇത് ഞാൻ അടുത്തതിലേക്ക് വെക്കുകയാണ്, എക്കണോമിക്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വെക്കുകയാണ്. കാരണം അതിനൊരു പർപ്പസ് ഉണ്ടാവണം, അല്ലെങ്കിൽ അവർ മാറ്റത്തില്ല. ഞാൻ എപ്പോഴും പറയുന്നു, കാരണം ഞാൻ പഠിച്ചു വെച്ച് നോക്കുകയാണെങ്കിൽ യൂറോപ്യൻസ് എന്ന് പറയുന്നവന്മാരാണ്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഭാഗത്താണ് 20th സെഞ്ചുറിയിലാണ് വന്നത്. അതും യൂറോപ്പിലാണ്. വേൾഡ് വാർ സെക്കൻഡിൻ്റെ ഭാഗമായിട്ട് ഒന്ന് UN കൗൺസിൽ കൺസെൻറ്റ് ചെയ്യുന്നു, മാരേജ്, മിനിമം ഏജ് മാരേജ് ഇത് വേണമെന്നുള്ളത്. അതിനുശേഷം അതിന് ഫോഴ്സ്ഫുള്ളി 18 ആക്കുന്നില്ല, പക്ഷേ എൻകറേജ് ചെയ്യുന്നുണ്ട് അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്. 79 കൺഫെഷൻ എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ അവരാണ് പറഞ്ഞത് 18 വയസ്സ് പ്രൊമോട്ട് ചെയ്തു സ്റ്റാൻഡേർഡായിട്ട്, ഇവരാണ് പറഞ്ഞത്. 89 കൺവെൻഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് ചൈൽഡ് ഡിഫൈൻസ് എ ചൈൽഡ് അണ്ടർ 18. അത് ഒരു ലോ ആയിട്ട് വരുന്നത് 89 കമ്മിറ്റ് റൈറ്റ്സ് ഓഫ് ചൈൽഡ് റിപ്പീറ്റ്. മിനിമം ഏജ് മാരേജ് ഏജ് ആണ് 89 വരുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ നൂറ്റാണ്ടുകളുടെ വർക്കൊന്നും ഇല്ലടേ, നമ്മൾ തമ്മിൽ വലിയ ഇതൊന്നുമില്ല. ഇതുണ്ടായിട്ട് തന്നെ ഇപ്പം അധികമായിട്ടില്ല. അപ്പോൾ 90കളിൽ 2000 ഹ്യൂമൻ റൈറ്റ്സ് ബോഡീസ് എന്ന് പറഞ്ഞിട്ട് NGOs പറഞ്ഞത് pushed 18 as a standard. Many national reforms followed. Academic work traces to adoption. Relatively few states had 18 as the universal minimum before 20th century adoption accelerated. അപ്പം എന്തുകൊണ്ട് 18 ആക്കി? അപ്പോൾ എന്തുകൊണ്ട് സ്റ്റാൻഡേർഡ് ആക്കി? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇറ്റ് മാച്ചസ് ദി എമർജിങ് ഐഡിയ ഓഫ് യൂണിവേഴ്സൽ ചൈൽഡ്ഹുഡ് അഡോളസൻസ് എന്ന് പറഞ്ഞ സാധനം, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ നോക്കേണ്ടത് സെക്കൻഡ് വേൾഡ് വാറിൽ നമ്മളില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഇന്ത്യക്കാരെന്തിന് 18 ഫോളോ ചെയ്യണം എന്നുള്ളത് ഒരു ചോദ്യമാണ്. അത് എന്തിൻ്റെ ബേസിലാണെന്ന് എനിക്കറിയത്തില്ല. ഇറ്റ് ഹാസ് ടു ബി ഇവാലുവേറ്റഡ്. എന്ന് പറഞ്ഞാൽ 89 വരെ കല്യാണം കഴിച്ചവരെയും പിഡോ മറ്റേ മൈനർ സെക്സിൻ്റെ കാറ്റഗറി ഇല്ല. 14 വയസ്സിന് 89ൻ്റെ കാര്യം പറയാം കേട്ടോ. 89 കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് 18 വയസ്സിൻ്റെ ആക്ട് ഇല്ല അല്ലേ? എന്നുവെച്ചാൽ 90s-ലും 2000-ലും ഈ പറഞ്ഞ 18 വയസ്സിൻ്റെ സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നത്. മിനിമം സ്റ്റാൻഡേർഡ് ബിഫോർ ദി 20th സെഞ്ചുറി അഡോപ്ഷൻ എക്സലേറ്റർ. എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ തന്നെ പ്രായം അത്ര ഇല്ലാന്ന് തോന്നുന്നു. എനിക്ക് 18 വയസ്സില്ല, എനിക്ക് ഉറപ്പാണ്. കാരണം 18 വയസ്സില്ല. ഞാൻ നേരത്തെ പറഞ്ഞ എക്കണോളജിക്കോട്ട് വരുവാണെങ്കിൽ. അപ്പോൾ 18 വയസ്സ് വന്നത് 89-ലാണ്. 90 മുതലാണ് പ്രാക്ടീസ് തുടങ്ങിയത്. അതുപോലെ 18 വാസ് അഡോപ്റ്റഡ്. ഇറ്റ്സ് എൻ ഏജ് കോമൺലി അസോസിയേറ്റ് വിത്ത് ലീഗൽ മെച്ചോറിറ്റി ആൻഡ് ഓട്ടോണമി, പ്രൊട്ടക്ട്സ് ഹെൽത്ത് ആൻഡ് റൈറ്റ്സ് യൂണിയൻ ബോഡീസ്, മാരേജ് ലിങ്ക് പുവർ. ഇത് നമ്മൾ നോക്കണ്ട. കാരണം യൂറോപ്യൻ ലോ എന്തുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കരുത്, ചരിത്രം നിങ്ങൾ ഒന്നുകൂടെ പഠിക്കണം എന്നുള്ളത് നാളത്തെ ക്ലാസ്സാണ്. എക്കണോമിക്സിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം എന്താണ് ഫോർജ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ എന്താണ് മിസ് ചെയ്തത്. ഹിസ്റ്ററി നിങ്ങൾ ചെക്ക് ചെയ്യാൻ സമയമായിരിക്കുന്നു. അത് നമ്മൾക്ക് അടുത്ത ക്ലാസ് നോക്കാം. ആരാണ് ചെയ്തത്? അങ്ങനെയൊന്നും ആരും ചെയ്ത് നേഷൻ ചെയ്തിട്ടില്ല, പക്ഷേ വേൾഡ് വൈഡ് ചെയ്ത്. ഓക്കെ, ദി ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് റിജീം UN പ്ലസ് ആക്ച്വലി അത് കൃത്യമായിട്ട് പറയുന്നില്ല ആരാ ചെയ്തെന്നുള്ളത്. എന്തായാലും ഇന്ത്യയിൽ 18 വയസ്സാണ് ഇപ്പം കണക്ക്. ഇവിടെ അത് തന്നെയാണ്. ഫസ്റ്റ് അറബിക് ഇയർ ഈസ് 622. അതാണ് ഞാൻ പറയുന്നത്. കാരണം അറബിക് കലണ്ടർ ഉണ്ടാക്കിയത് 622. എന്തിൻ്റെ ബേസിലാണ് അറബിക് കലണ്ടർ ഉണ്ടാക്കിയത്? ക്ലാസ്സാണ്. എന്തിൻ്റെ ബേസിലാണ് അറിയില്ല. പ്രവാചകൻ ഹിജ്റ പോയതിൻ്റെ കാലഘട്ടത്തിൽ, അതായത് മദീനയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര തിരിച്ചതിൻ്റെ കാലഘട്ടത്തിൻ്റെ ബേസിലാണ് റെഫറൻസ് വരയിട്ടാക്കുന്നത്. അല്ലാതെ പ്രവാചകൻ ജനിച്ച കാലം തൊട്ടോ പ്രവാചകനായ കാലം തൊട്ടോ അല്ല. പ്രവാചകൻ എന്നാണോ മൈഗ്രേറ്റ് ചെയ്തത്, ദാറ്റ് ഈസ് ദ ഇയർ 1. അതാണ് അന്നോ
ഹിജ്രിയെ, അതാണ് AH എന്ന് പറഞ്ഞ സാധനം, ആനോ എന്ന് വെച്ചാൽ ഫ്രം ദ ഹിജറിക് ടൈം മുതലാണ് ഫസ്റ്റ് ഇസ്ലാം. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന സമയം ഹിജ്റ സമയമാണ് അല്ലേ, ഹിജ്റ കലണ്ടറാണ്. എന്ന് വെച്ചാൽ ഹിജ്റ പോയിട്ട് ഇപ്പോൾ 1400ഓളം വർഷങ്ങളായി. അത് നമുക്ക് നോക്കാം. അപ്പോൾ എന്തിനും റെഫറൻസ് വേണം, നിങ്ങൾ ആ മനസ്സിലാക്കിയാൽ മതി. റെഫറൻസ് ഇല്ലാത്തൊരു സാധനം ലോകത്തില്ല, നിങ്ങൾക്ക് എന്തായാലും പിടിക്കാൻ പറ്റും. അപ്പോൾ ക്രൊണോളജിക്കൽ ഓർഡറിൽ ഞാൻ അത് ടൈം ലൈൻ ഉണ്ടാക്കാൻ പറഞ്ഞത് 570 പ്രവാചകൻ ജനിച്ചു, ദ ഇയർ ഓഫ് എലിഫൻറ്റ്, ആനകളുടെ വർഷം. ഓരോ വർഷത്തിനും അങ്ങനെ കാണുന്നുണ്ടെന്നല്ലേ ഈ പറഞ്ഞ ഇയർ ഓഫ് സ്നേക്ക് എന്ന് പറഞ്ഞത് 2025. ഓക്കെ. അതിനുശേഷം ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ 90 വരെയാണ്. അതിനുശേഷം ഖദീജ കല്യാണം കഴിക്കുന്നു 25-ാമത്തെ വയസ്സിൽ. അവർക്ക് പ്രായം ഉണ്ടായിരുന്നു, പ്രവാചകൻ 25 വയസ്സ്. 610 ഫസ്റ്റ് റെവലേഷൻ ഉണ്ടാകുന്നു, അതായത് നിബുവത്ത് കിട്ടുന്നു, മാലാഖ വരുന്നു. 613 അദ്ദേഹം പരസ്യമായിട്ടുണ്ട്, മക്കയിൽ പ്രബോധനം നടത്തുന്നു, ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പ്രബോധനം നടത്തുന്നു. അതിനുശേഷം 615 അബസീനിയയ്ക്ക് പോകുന്നു, കച്ചവടത്തിനായിട്ട് കുറച്ച് പേരുമായിട്ട് കച്ചവടത്തിനാണെന്ന് തോന്നുന്നു അബസീനിയയിലേക്ക് പോകുന്നത്. അതിനുശേഷം 16 ഉമർ ഇബ്നുൽ ഖത്താബ് വരുന്നു, ഉമർ റളിയല്ലാഹു പ്രവാചകൻ്റെ മതത്തിലേക്ക് വരുന്നു. അതിനുശേഷം 19 വിഷമം, അതായത് അബൂ ത്വാലിബ് മരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ മൂത്താപ്പ അദ്ദേഹത്തിനെ സംരക്ഷിച്ച ആൾ മരിക്കുന്നു. പക്ഷേ അദ്ദേഹം മുസ്ലിമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പോലും ഇവർ പറഞ്ഞത് വാൾ വെച്ച് കൊന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മരിക്കുന്നത് 9 വർഷം കഴിഞ്ഞിട്ടാണ്. അദ്ദേഹത്തിൻ്റെ മൂത്താപ്പയെ അവർ മതം മാറ്റിയിട്ടില്ല. എന്നുവെച്ചാൽ ഫോഴ്സ്ഫുള്ളി കൺവേർഷൻ എന്ന് പറഞ്ഞ സാധനം ഇസ്ലാമിലില്ല എന്ന് പറയാൻ ഇതുപോലെ കുടുംബത്തിൽ നിന്ന് പോലും അവർ ചെയ്തിട്ടില്ല. അദ്ദേഹം പോലും മരിച്ചത് മുസ്ലിമായിട്ടല്ല. എന്ന് വെച്ചാൽ അവർ പടച്ചവനാണ് കൊടുക്കാന്ന് പറഞ്ഞാൽ അദ്ദേഹം ക്ഷമിച്ചു അല്ലേ. എന്നാൽ പുറത്തുനിന്ന് അബൂബക്കർ ഇസ്ലാം മതം സ്വീകരിച്ചു കണ്ടപ്പോൾ തന്നെ 10. എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വീകരിച്ചില്ല, വിഷമത്തിൻ്റെ സമയമായിരുന്നു. 622 ഹിജറ പോകുന്നു, അതായത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നു. കാരണം മക്കയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ മദീനയിലേക്ക് പോകുന്നു. അതിനുശേഷം 624 ബദർ യുദ്ധമുണ്ടാകുന്നു. അതിനുശേഷം ഉഹദ് യുദ്ധമുണ്ടാകുന്നു. ഇതൊക്കെ യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ പേരിലാണെന്നൊക്കെ അത് വേണമെങ്കിൽ പിന്നീട് ചർച്ച ചെയ്യാം. എന്നുവെച്ചാൽ അതിനുശേഷം ബാറ്റിൽ ഓഫ് ട്രെഞ്ച്, ഹന്തക്ക് വരുന്നു. അതിനുശേഷം സൈനബ് ബിൻ ജഹ്ഷുമായിട്ടുള്ള കല്യാണം നടക്കുന്നു 27. 29 ഹുദൈബിയ സന്ധി, അത് എനിക്ക് വലിയ കൃത്യമായിട്ട് അറിയില്ല ഈ പറഞ്ഞ ചരിത്രങ്ങളൊന്നും. മക്ക പിടിച്ചെടുക്കുന്നു 630. 632 പ്രവാചകൻ മരിക്കുന്നു. എന്ന് വെച്ചാൽ മക്കയിലേക്ക് തിരിച്ചു വന്ന് 2 വർഷം കഴിഞ്ഞപ്പോൾ പ്രവാചകൻ മരിച്ചു. ഇതാണ് ആ ടൈം ലൈൻ. ഓക്കെ. ഇസ്ലാമിക് കലണ്ടർ സ്റ്റാർട്ട്സ് ഫ്രം ദ ഹിജ്രി, ദ മൈഗ്രേഷൻ ഓഫ് ദ പ്രോഫറ്റ് ടു മദീന 622 CE. എന്ന് വെച്ചാൽ എപ്പോക്ക് ടൈം എന്ന് പറഞ്ഞാൽ 1 AH = 620 C. 622 എന്ന് പറഞ്ഞാൽ 1. കാരണം അന്ന് മുതലാണ് കണക്ക് കൂട്ടാൻ തുടങ്ങുന്നത്. പിന്നെ അങ്ങോട്ട് 1, 1, 2, 3 പറഞ്ഞ് പോകും. സംടൈംസ് സോഴ്സസ് മേ ബി 1 മുഹറം എന്ന് പറഞ്ഞാൽ നമ്മൾ 1400 വർഷമായെന്ന് പറഞ്ഞാൽ അത് 1400 ലൂണാർ ഇയേഴ്സാണ് കേട്ടോ. അന്ന് ഗ്രിഗോറിയൻ കലണ്ടർ ഇല്ല, അത് വരുന്നത് 1300-കളിലാണ്. ചരിത്രം പഠിച്ചു പോവാണ്. ഇനി നമ്മൾ ഹിസ്റ്ററിയാണ്, ഞാൻ മതം വിട്ടുട്ടോ, ഇനി ചരിത്രത്തിലേക്ക് പോവാണ്. നിങ്ങളുടെ ഗ്രിഗോറിയൻ കലണ്ടർ വരുന്നത് 1370-നും 85-നും ഇടയിലാണ്. അതാണ് സോളാർ കലണ്ടർ. നിങ്ങളെ സൂര്യനെ ബേസ് ചെയ്തിട്ട് ഒരു ഡേറ്റ് ഉണ്ടാക്കിയേക്കുന്നതാണ് ഗ്രിഗോറിയൻ കലണ്ടർ. അതിനകത്ത് 365 ദിവസമുണ്ട് അല്ലേ. എന്നാൽ അറബി കലണ്ടറിൽ കാലില്ല, ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ല, അറബി കലണ്ടർ ലൂണാർ കലണ്ടറാണ്. ഒരു ലൂണാർ വർഷം എന്ന് പറഞ്ഞാൽ ഞാൻ കണക്ക് പറഞ്ഞില്ല, തെറ്റിപ്പോവും, ഞാൻ അതിലേക്ക് പഠിച്ചു കയറും. എന്ന് പറഞ്ഞാൽ ലൂണാർ ഇയർ ഈസ് ഈക്വൽ ടു 11 days ഷോർട്ടർ. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞില്ലോ, ചന്ദ്രന് 30 ദിവസം 29-30 ഉള്ളൂ, ഇത് സൂര്യനെ പോലും 31 ബട്ട് ഇൻ കോമൺ സ്പീച്ച് 1900 ഈസ് റൗണ്ടഡ്. അത് റൗണ്ടഡ് ഫിഗർ ആണ് 7th century മുതൽ. ഓക്കെ. ഹൗ മാരേജ് ഏജ് വാസ് ജഡ്ജ്ഡ് ഇൻ ക്ലാസിക്കൽ ലോ, ഫിസിക്കൽ മെച്യൂരിറ്റി, അതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അതിന് പോകണ്ടല്ലോ, കണ്ടല്ലോ. ഇതിൽ ഏൻഷ്യൻ റോമിൽ ലീഗൽ ഏജ് വാസ് 12 to 14 ഫോർ ബോയ്സ്, 12 വാസ് ഫോർ ഗേൾ, 14 വാസ് ഫോർ ബോയ്. ഏൻഷ്യൻ്റാണ്, നമ്മളല്ല, ചരിത്രത്തിലേക്ക് എത്തിയില്ല എന്ന് വെച്ചാൽ കാലഘട്ടം വരാനുണ്ട്. അതിനുശേഷം ഏൻഷ്യൻ ഗ്രീസിൽ അതിൻ്റെ പ്രായം 14-നും 16-നും ഇടയിലാണ്. ജുദായിസത്തിൽ 12 പടച്ചോനെ, ഇവർ പറഞ്ഞ സാധനം പോയില്ലേ, നമ്മൾ അതിനേക്കാളിലും കൂടുതലുണ്ട്. 12 വയസ്സ് നമ്മൾ പിഡോഫൈലിനൊക്കെ ഇവർ പറയുമോ, അങ്ങനെ പിഡോഫൈൽ എന്നൊക്കെ പറയുമോ. 12 വയസ്സും ഒരു ദിവസം കഴിയണം, എന്നാൽ മാത്രമേ 13 വയസ്സെന്ന് പറയാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമാണ് അവരുടെ വിശ്വാസപ്രകാരം പെൺകുട്ടി കല്യാണത്തിന് റെഡിയാവുന്ന കാര്യം പറഞ്ഞോളൂ. അതിന് ക്രിസ്ത്യാനിറ്റി അവർ പറയുന്ന സമയം പ്രശ്നത്തോടെ പറഞ്ഞു കനോൺ ലോ, ലോക്കൽ കസ്റ്റംസ് അങ്ങനെ പറഞ്ഞു പോകുന്നു.
ബെട്രോത്തൽ സോഴ്സ് വെരി ഡിപ്പെൻസ് അങ്ങനെ കൃത്യമായിട്ട് പറയുന്നില്ല. ഐഡിയാസ് എന്തായാലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചോ, എനിക്ക് കണ്ടുപിടിക്കുന്നില്ല. നോംസ് ജനറലി അലൗഡ് ടീനേജ്. ബോട്ടം ലൈൻ, അക്രോസ് പ്രീ മോഡേൺ സൊസൈറ്റീസ്, ഗ്രീക്ക്, റോമൻ വേൾഡ്, ജുദൈക് ലോ, ലേറ്റ് ആൻറ്റി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസ്, പ്രീ ഇസ്ലാമിക് അറേബ്യ, ഇതൊക്കെ പറയുന്നത് മാരേജ് ഇൻ ദി ഏർലി ടു മിഡ് ടീൻസ് വാസ് നോർമൽ ഇൻ മെനി പ്ലേസസ്. അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത്, അല്ല എനിക്ക് മറ്റേ അതൊന്ന് ഓണാക്കിയരാം, അല്ലാതെ മറ്റേ എടുത്ത് വെക്കലല്ല എൻ്റെ ഇവിടുത്തെ പ്രധാന പ്രശ്നം. അപ്പം ഞാൻ അത് നോക്കിയാൽ മതി. അതെന്താണ്? ലീഗൽ മിനിമ ടെൻ ടു ബി പ്യൂബർട്ടി ബേസ്ഡ് ഓർ സെറ്റ് അറ്റ് ഏർലി ടീനേജ് ഏജസ്, സ്റ്റേറ്റ് ഇമ്പോസ്ഡ് ഫിക്സ്ഡ് ഏജസ് ആർ മോഡേൺ ഡെവലപ്മെൻറ്റ്. എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്താണ് 18 വയസ്സെന്നുള്ളൊരു മോഡേൺ നോം ഉണ്ടായിരിക്കുന്നത്. പണ്ടൊന്നും ഇല്ല. അത് ചൈൽഡ് ഏജസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ക്രിസ്ത്യാനിറ്റിയിലുണ്ട്, ജുദൈസത്തിലുണ്ട്. പ്രീ മോഡേൺ പീരീഡ്സിൽ അവർക്ക് 12-നും 13-നും ഇടയിലായിരുന്നു. ഞാനൊന്നും വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല, ഇതൊക്കെ ഡേറ്റയാണ്. ഇതൊന്നും നമുക്ക് കുറ്റം പറയുന്നില്ല. പക്ഷേ നിങ്ങൾ കുറ്റം പറയാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം പറയണം, ഒരെണ്ണം മാത്രം പറയരുത്. വെൻ ആൻഡ് വൈ 18 became the widely promote minimum. അതെപ്പോഴാണ്? നമ്മളുടെ 20th സെഞ്ച്വറിയിലാണ്. ഇപ്പോഴത്തെ കാലത്ത് ഞാൻ പറഞ്ഞ പോലെ CRC, CEDAW അവരൊക്കെയാണ് പറഞ്ഞത് നല്ലതാണ് 18 വയസ്സ്. അതിൻ്റെ കാരണം എനിക്ക് കൃത്യമായിട്ട് നോക്കണം, അതിനെക്കുറിച്ച് ഡീപ്പ് റിസർച്ച് ചെയ്യണം. എൻ്റെ എന്തുകൊണ്ടാണ് പേപ്പർ സബ്മിറ്റ് ചെയ്തെന്നുള്ളത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാം. നല്ലൊരു നമുക്ക് അങ്ങോട്ട് ഗീവ് ആൻഡ് ടേക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കാം. ഉമർ കൺവേർട്ടഡ് ബിഫോർ ഹിജ്ര ആൻഡ് ഹിസ് ഡോട്ടർ വാസ് 10. ഇത് ഞാൻ പിന്നെയും പറഞ്ഞാണ്, അതിന് പോകണ്ട, വീണ്ടും റിവൈസ് ചെയ്യാണ്. ഓക്കെ, ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ദീസ് ഡേയ്സ് ഇസ്ലാം അക്യൂസ്ഡ് ഓഫ് എനിത്തിങ് ഈവൻ ദ കോൺടാക്ട്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഇത് ചുമ്മാ ഇതാൻ പറയും, മുജാഹിദ് എന്നൊരു മദ്രസ പൊട്ടൻ, മദ്രസയിൽ വന്ന് കുണ്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യം വരും നമുക്ക്. ഒന്നത്തെ കാര്യം, ദേഷ്യം വരുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ വൃത്തിയിട്ട് വർത്താനം പറയുന്നത്, അതുകൊണ്ടല്ലേ നമുക്ക് ദേഷ്യം വരുന്നത്. എന്നാൽ മറ്റുള്ളത് പറയുന്നില്ല, അത് നമുക്ക് ഭയങ്കരമായിട്ട് പ്രൊവക്കേഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പുറത്ത് പറയുന്നില്ല, ഇപ്പുറത്ത് പറയുന്നില്ല, എന്നാൽ ഏത്തിസ്റ്റാന്ന് പറയുന്നുണ്ട്. നാണമില്ല ഇവന്മാർക്ക്. അപ്പം ഞാൻ ചോദിച്ചു, ഇസ്ലാമിനെ ഇത്രയായിട്ട് ഓടിച്ചില്ലേ? ജൂതന്മാരെ ഓടിച്ചതിൻ്റെ കഥ ഞാൻ പറയാം ഇനി. അത് അപ്പം പറയുന്നത് നമ്മൾ ജൂതനെ ഓടിച്ചെന്ന് ഒരു റീസൺ ഉണ്ടെന്ന് പറയാം. യൂറോപ്പിന് റീസൺ, ബാക്കി ലോകത്തിലല്ല, യൂറോപ്പിന് റീസൺ ഉണ്ട്. ആഫ്രിക്കയിൽ അവർ മരിക്കുന്നതിനൊരു കാരണമുണ്ട്. അത് അവരുടെ സ്വഭാവം കൊണ്ടല്ല, അവരുടെ റിസോഴ്സസ് കൊണ്ടാണ്, അല്ലേ? മിഡിൽ ഈസ്റ്റിലെ ആൾക്കാർ കൊല്ലപ്പെടുന്നുണ്ട്, അതും റിസോഴ്സസിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ എന്നോടൊരു ചോദിച്ച ചോദ്യമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു, നിൻ്റെ ആ പോയിൻ്റ് ഓഫ് വ്യൂ ശരിയല്ലല്ലോ, ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തതിനൊരു കാരണമുണ്ട് ഹിറ്റ്ലർ എന്ന് പറഞ്ഞപ്പോൾ ശരിയല്ലല്ലോ, അവരെ അത് ചെയ്തത് അപ്പം ഹിറ്റ്ലറിനെ ന്യായീകരിച്ചല്ലെന്ന് ചോദിച്ചു. ഞാനും സന്തോഷത്തോളം ന്യായീകരിച്ചല്ലെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, റീസണാണ് പറഞ്ഞത്, ഓടിച്ചതിനൊരു കാരണമുണ്ട്. അപ്പോൾ പറഞ്ഞു, അത് നിങ്ങളിങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് ശരിയാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങളെ കൊല്ലുന്നതിന് RSSകാർ പറയുന്നത് ന്യായവും ശരിയല്ലേ? അവരുടെ കയ്യിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമല്ലോ, കയ്യിലിരിപ്പ് നന്നാവത്തോണ്ടല്ലേ മറ്റവരെ കൊന്നത്, എന്നാൽ ഇവരുടെ കയ്യിലിരിപ്പ് മോശമായിരിക്കുമല്ലോ. സെയിം സാധനം തന്നെ ഞാൻ ചാറ്റിപ്പെടുത്തി ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും കയ്യിരിപ്പ് കുഴപ്പമുണ്ടോ? 9/11 ഉണ്ടായി, അതിനുശേഷം കമ്മ്യൂണിസ്റ്റുകളെയും ബ്ലെയിം ചെയ്തു, അതിനുശേഷം ഇസ്ലാമിനെ ബ്ലെയിം ചെയ്യുന്നു. അതിന് ചരിത്രമുണ്ട് കേട്ടോ. കമ്മ്യൂണിസം ആയിരുന്നു ആദ്യം, പിന്നീടാണ് ഇസ്ലാം ടെററിസം വരുന്നത്. ഇപ്പോൾ നാട്ടെ മൈഗ്രേഷനാണ് ടെററിസം. ഓക്കെ, എന്നുവെച്ചാൽ അതൊരു ട്രെൻഡാണോ എന്ന് ചോദിച്ചു. സ്കേപ്പ് ഗോട്ടിംഗ് എന്ന് പറഞ്ഞത് ഇവരുടെ അഭിപ്രായം എന്താണ്? ഇത് ഇസ്ലാം മതം മോശം മതമാണോ? ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള ആണെങ്കിൽ ഇത്ര ആൾക്കാർ ഫോളോ ചെയ്യുന്നില്ലല്ലോ. ഇത്രയും മോശമാണെങ്കിൽ അവർ ഒഴിഞ്ഞു പോകണ്ടേ? ഞാനും മതത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് പറഞ്ഞു, അത് സെൻസിറ്റീവ് ഇൻഫർമേഷനാണ്, ഫാർ മോർ കോംപ്ലക്സ്, ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല, അത് കുറേ ഘട്ടങ്ങളായിട്ട് പറയണം. അതിൻ്റെ കാരണം എന്താണ്? ഒന്ന്, അതെ, ഇത് സ്കേപ്പ് ഗോട്ടിങ് ഈസ് എ റിക്കറിങ് പാറ്റേൺ ഇൻ ദ വേൾഡ് ഹിസ്റ്ററി. ചരിത്രം പഠിച്ചാൽ മതി. അമേരിക്ക ഉണ്ടായ മതമുണ്ടാ, അമേരിക്കല്ല, യൂറോപ്പ് ഉണ്ടായത് മുതലുള്ള ചരിത്രം പഠിച്ചാൽ മതി. വേറെ അങ്ങോട്ടും പോകണ്ട, മുന്നോട്ടൊന്നും പോകണ്ട. ത്രൂ ഔട്ട് ഹിസ്റ്ററി ഗ്രൂപ്പ്സ് ഓഫ് ഐഡിയോളജീസ് ഹാവ് ബീൻ ബ്ലെയിംഡ് ഫോർ ഗ്ലോബൽ പ്രോബ്ലംസ്. എല്ലാത്തിനും ഒരാളാണ് പറയുന്നത്. ആദ്യം പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് വേർ ദ ഗ്ലോബൽ എനിമി ഡ്യൂറിങ് ദ കോൾഡ് വാർ. കാരണം അമേരിക്കയുടെ സമയത്ത് റഷ്യ ആയിരുന്നു അവരുടെ എനിമി, USSR എനിമി. അപ്പോൾ USSRനെ തകർക്കണമെങ്കിൽ അവർ കമ്മ്യൂണിസ്റ്റാണ്, തീവ്രവാദിയാണെന്ന് പറഞ്ഞുണ്ടാക്കിയാൽ അമേരിക്ക ജയിച്ചു, പകുതി കുറേയൊക്കെ ജയിച്ചു. അത് കഴിഞ്ഞ് പറഞ്ഞു ജൂതനാണ് പ്രശ്നം എന്ന് പറഞ്ഞു, അവരെ സ്കേപ്പ് കോട്ട് ചെയ്തു. അവരുടെ സ്വത്തിനുള്ള ആർത്തി, പലിശ, അതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ജൂതൻ അങ്ങനെയാണ് പറഞ്ഞ് യൂറോപ്പിലിട്ട് ഓടിച്ചു, പാര ഓടിച്ചു. അവരാണ് ഇപ്പോൾ പറയുന്നത് യൂറോപ്പിൽ ജൂതനെ സംരക്ഷിക്കണമെന്ന്. നമ്മളാണ് ഓടിച്ചത്. അപ്പോൾ അവരെ സ്കേപ്പ് കോട്ട് ചെയ്തു. അതിനുശേഷം ക്രിസ്ത്യൻസിനെ സ്കേപ്പ് കോട്ട് ചെയ്തു. ആര്? റോമൻ എംപയർ പറഞ്ഞു,
ക്രിസ്ത്യൻസിന് എനിക്ക് തോന്നുന്നത് റോമൻ എംപയർ എന്തിനാണ് പറഞ്ഞത്? കാരണം ക്രിസ്ത്യാനികളല്ലേ അവർ, എനിക്ക് ആ സംശയം ഉണ്ട് കേട്ടോ, അത് ഞാൻ പിന്നെ ചോദിക്കണം, എനിക്കറിയത്തില്ല. അവർ പറയുന്നു റോമൻ എംപയർ ഓടിച്ചു, അതിനുശേഷം പറഞ്ഞു മുസ്ലിംസ് ആണ് അത്. അപ്പോഴെന്ന് 84 ശേഷമാണ് ഇസ്ലാം വരുന്നത്. എന്ന് വെച്ചാൽ ഇസ്ലാമിക് ടെററിസം ഉണ്ടായിട്ട് വെറും 30 വർഷം പോലും ആകുന്നില്ല. മനസ്സിലായോ? ആ, എന്നാൽ ഇന്നത്തെ കാലത്ത് എന്താ, ഇസ്ലാമും പോയി, യൂറോപ്പിൽ ഇപ്പോൾ ഇസ്ലാം, മുസ്ലിങ്ങളെ ഇപ്പോൾ ഓക്കെയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇമിഗ്രൻസും മൈനോറിറ്റീസുമാണ് പ്രശ്നം, അതേപോലെ ഈവൻ ആർ ടാർഗറ്റ് ഐക്കും പ്രശ്നമാണ്. ഇപ്പോൾ ഐയും വിശ്വസിക്കുന്നില്ല, എന്താണ് ഇതില്ല. ദിസ് ഈസ് നോട്ട് ന്യൂ, ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ഫിനോമിനൻ കോൾഡ് ഓതറിങ്. ഓതറിങ് എന്നാണ് ഇതിനെ വിളിക്കുക. എന്ന് പറഞ്ഞാൽ ഇഫ് പീപ്പിൾ ഫീൽ അൺസർട്ടൺ ഓർ ത്രെറ്റൻഡ്, ലീഡേഴ്സ് ക്യാൻ യുണൈറ്റ് ദം ബൈ ഗിവിംഗ് ദം എ കോമൺ എനിമി. മനസ്സിലായോ? എന്നുവെച്ചാൽ ജനങ്ങൾ ഒരു കാര്യത്തിന് ഒന്നിക്കുന്നില്ലെങ്കിൽ ഒരു ശത്രുവിനെ കാണിച്ച് പേടിപ്പിക്കുക. നിങ്ങൾ പുറത്തിറങ്ങരുത്. വില്ലേജ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു, ഒരു മറ്റേ നൈറ്റ് ശ്യാമളിൻ്റെ ഒരു സിനിമയാണ്, മലയാളി എടുത്ത സിനിമയാണ്. അയാൾ പറയുന്നത് ഒരു വില്ലേജിൽ കുറേ ആൾക്കാരുണ്ട്, ആൾക്കാരെ പുറം ലോകമായിട്ട് ബന്ധിപ്പിക്കാനോ പുറം ലോകത്തുനിന്ന് പുറത്തെ ആൾക്കാർ വില്ലേജിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടി. അവിടെ ഒരു കാടുണ്ട്, ആ കാടിനകത്തൊരു ജീവിയുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർ പിടിച്ചു തിന്നും എന്ന് പറഞ്ഞിട്ട്, പിടിച്ചു തിന്നും എന്തോ ആക്രമിക്കുന്നു പറഞ്ഞിട്ടൊരു കള്ളക്കഥ ഉണ്ടാക്കി. ആ വില്ലേജിലെ തലവൻ ആ ജനങ്ങളെ മുഴുവൻ പുറം ലോകം കാണാതെ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്. എല്ലാവരും അടിച്ചമർത്തുക ഒന്നുമല്ല, മറ്റുള്ളവർ വന്നാൽ അവരുടെ റിസോഴ്സസ് അടിച്ചുകൊണ്ട് പോകും എന്നുള്ള പേടി കാരണം ചെയ്ത പരിപാടിയാണ്. അപ്പോൾ ഒരാൾക്ക് അസുഖം വന്നപ്പോൾ മരുന്ന് വാങ്ങിക്കണമെങ്കിൽ പുറത്ത് പോകണം. അപ്പോൾ അറിയാം, അയാൾ അവരുടെ മകളോട് പറഞ്ഞു അപ്പുറത്തൊരു ലോകമുണ്ട്, അവിടെ മരുന്നുണ്ട്, മരുന്ന് വാങ്ങിയിട്ട് വരിക, കണ്ണ് കാണാൻ വയ്യ പെണ്ണിന്. അപ്പോൾ പെണ്ണ് ലോകം കാണത്തില്ലല്ലോ. അപ്പം പോകേണ്ട വഴികളൊക്കെ പറഞ്ഞു കൊടുത്തു. മറ്റുള്ളവരൊക്കെ പറഞ്ഞു പേടിച്ച് നിൽക്കുകയാണ്, ഇവരൊക്കെ റിച്വൽസ് ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഇവർ പോയപ്പോഴാണെങ്കിൽ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു ജീവി ഇവരെ ആക്രമിക്കാൻ വന്ന ജീവി ഒരു കുഴി വീഴുന്നു. ആ പെണ്ണ് പുറം ലോകം കാണുന്നു, മരുന്ന് വാങ്ങിക്കൊണ്ട് തിരിച്ചു വരുന്നു. അപ്പോൾ ആ പെണ്ണിന് പുറം ലോകമായിട്ടുള്ള ബന്ധം കുറച്ചുകൂടെ ആയി. എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഹിഡൻ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്തിനാണ് വേണ്ടി നിർത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സേഫ് മെത്തഡാണ്. എന്ന് വെച്ചാൽ നിങ്ങളെ ഒരു ഗ്രൂപ്പിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും, നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും, നിങ്ങളെ പേടിപ്പിച്ചാൽ മതി. ജൂതൻ ചെയ്ത പരിപാടി എന്താ അറിയോ? സയണിസം ചെയ്തത് ഇസ്രായേൽ ഉണ്ടാക്കി 48. പക്ഷേ ആർക്കും ഇസ്രായേലിലേക്ക് വരണ്ട, കാരണം അവിടെ പ്രശ്നങ്ങളാണ്. ഞങ്ങൾ അതിനെക്കാട്ട് നല്ല അടിപൊളിയായിട്ട് ജീവിക്കാം അമേരിക്കയിൽ, നിങ്ങളെന്താ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുന്നത്? ഞങ്ങൾ ഇറാഖിൽ ജീവിക്കുന്നുണ്ട്, മറ്റുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്നുണ്ട്. ഇതുണ്ടാക്കിയതാണ് റോസ്റ്റേലാണ്, പണക്കാർക്കാണെങ്കിലോ ജോലി ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവർക്ക് വിയർപ്പിൻ്റെ അസുഖമുണ്ട്. ആ വിയർപ്പിൻ്റെ അസുഖമുള്ളവർ എന്താ കൃഷിപ്പണിക്ക് പോവോ? ഇല്ല. അങ്ങനെ വന്നപ്പോൾ ആ പണിയെടുക്കാൻ ആളെ കിട്ടാതായി. ഇവരുടെ കണ്ണിലെന്താണ്, ബ്രൗൺ സ്കിന്നും ബ്ലാക്ക് സ്കിന്നുമാണ് അടിമകൾ. അവർ പണിയെടുക്കേണ്ടവരും ഞങ്ങൾ തിന്നേണ്ടവരും. അങ്ങ് വള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, എടാ മോനെ. അങ്ങനെ വന്നപ്പോൾ അതുകൊണ്ട് എനിക്കിവിടെ കാണുമ്പോൾ പുച്ഛമാണ് ഇവരോട്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇറാഖിലുള്ള ജൂതന്മാരോട് പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾ രാജ്യം ഉണ്ടാക്കി തന്നെ, നിങ്ങളുടെ അയലത്താണ്, വാ പോവാം. ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾക്കിവിടെ അടിപൊളിയില്ല, ഞങ്ങളിവിടെ നല്ല മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്നില്ല, ഞങ്ങൾക്ക് നല്ല ജോലിയുണ്ട്. സമ്മതിച്ചില്ല. അവർ പോയിട്ട് പറഞ്ഞു, സമാധാനത്തിൽ ചോദിച്ചു നോക്കി, നടന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു, ഇവർ ആൾക്കാർ കൂടുന്ന സമയത്ത് പള്ളിയിൽ പോയി ബോംബിട്ടു. സിനഗോഗിൽ പോയി ബോംബിട്ടു. 1950 ബോംബിങ് ഇറാഖ്, അതിന് കുറേ പേരിട്ട് വിളിക്കും. ആ ബോംബിങ് നടത്തിയത് ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ ഇവർ തന്നെ. എന്തിനു വേണ്ടിയിട്ട്? പേടിയുണ്ടാക്കാൻ. എന്നുവെച്ചാൽ നിങ്ങളിത് പറയാണ് ബോംബിട്ടു, ഇറാഖികൾ നിങ്ങളെ സംരക്ഷിക്കത്തില്ല, നിങ്ങൾ വരണമെങ്കിൽ ഇസ്രായേൽ മാത്രമേ ഉള്ളൂ, അതാണ് നിങ്ങളുടെ സെക്യൂർ ലാൻഡ്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയതാണ്, വാ നിങ്ങളെ സംരക്ഷിക്കാം. ഒരു സ്വാഭാവികമായിട്ട് പോകും. ഒരു മനുഷ്യനെ ഇതാണ് മാനിപ്പുലേഷൻ. നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനേക്കാട്ടിലും വലിയ മാനിപ്പുലേഷൻ ഇല്ല. നിങ്ങളെ പേടിപ്പിച്ചാൽ നിങ്ങൾ പേടിക്കും. ഹിന്ദു അപകടത്തിലാണെന്ന് പറയുന്നത് ആരാ? 80% മെജോറിറ്റി ഉള്ള ഹിന്ദുക്കളാണ്. 10% എനിക്കറിയത്തില്ല, കണക്കെടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ 90 എടുത്തോ. 10% ഉള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുടെ പറയാണ് ഞങ്ങൾ 80 വരെ അടിച്ചോടിക്കുന്നു എന്ന് പറഞ്ഞ് കരയുക. അപ്പം നിങ്ങൾ പേടിക്കും, പറഞ്ഞ് പേടിക്കും. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? പല ഇൻസിഡൻസ് ഉണ്ടാക്കും. ഹിന്ദുവിനെ കൊന്നു, കണ്ടോ, കുത്തിയത് കണ്ടോ. നിങ്ങൾ ആ ഒരു മുസ്ലിം ആണെങ്കിലോ എന്താ നടക്കുന്ന എടുക്കുകയാണ്. ഹിന്ദുക്കളെ കൊന്നതിൻ്റെ കണക്കുകളെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് പറയാണ് നിങ്ങൾ നശിക്കും, നിങ്ങളെ ഇവിടെ ജിഹാദ് പോയി, നിങ്ങളുടെ ശരിയാലവരും ഇവിടെ പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് നിങ്ങളെ കൊല്ലും. അങ്ങനെ പേടിപ്പിച്ച ഒരു ഇൻസിഡൻ്റാണ് ഈ പറഞ്ഞ ജൂതന്മാരുടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇഫ് പീപ്പിൾ ഫീൽ അൺസർട്ടൺ ഓർ ത്രെറ്റൻഡ്, ലീഡേഴ്സ് ക്യാൻ യുണൈറ്റ് ദം ബൈ സ്കേപ്ഗോട്ടിംഗ് one person, one group of people.
അത് കമ്മ്യൂണിസമായിരുന്നു, അന്ന് അമേരിക്കയ്ക്ക് അത് വേണമായിരുന്നു, ഇപ്പം അമേരിക്കയ്ക്ക് അത് വേണ്ട, കമ്മ്യൂണിസം താഴെ പോയി, അടുത്ത എനിമി വേണം, അതാണ് ഇസ്ലാം. മനസ്സിലായോ? എന്നാൽ മുസ്ലിംസും താഴെ പോയി, കാരണം എല്ലാവരും കൺവേർട്ട് ആവാൻ തുടങ്ങി. കാരണം ഇസ്ലാം മതം എവിടെയും പോയത് വാളും കൊണ്ടല്ല, അത് ഞാൻ അടുത്തതിൽ പറയുന്നുണ്ട്. വാളും കൊണ്ടല്ല മതം പ്രചരിപ്പിച്ചത്, അവരെ കണ്ടിട്ടാണ്. കച്ചവടത്തിൽ ഏർപ്പെട്ടു, അവരുടെ നല്ല സ്വഭാവം നിറഞ്ഞു, അവർ കല്യാണം കഴിച്ചു, ആ കല്യാണത്തിലൂടെ കുട്ടികളുണ്ടായി, അങ്ങനെയാണ് ഇസ്ലാം മതം വളരുന്നത്. അതുകൂടാതെ അവരുടെ രാജാക്കന്മാരുടെ എതിർപ്പും കാരണം അവരുടെ കൂടെ നിന്നു, അവരെ സഹായിച്ചു. അപ്പോൾ അങ്ങനെ വന്ന ഇസ്ലാം യൂറോപ്പിലൊക്കെ സ്പ്രെഡായി. അപ്പോൾ എല്ലാവരും മാറാൻ തുടങ്ങി. അപ്പം പറഞ്ഞു ഇനി ഇസ്ലാമിനൊക്കെ പിടിച്ചിട്ട് കാര്യമില്ല, വേറെ പിടിക്കാം. അങ്ങനെയാണ് ഈ മൈഗ്രേഷൻ കുറയ്ക്കാം. ഇസ്ലാം മുസ്ലിങ്ങൾ വരത്തില്ലല്ലോ. അപ്പം പറഞ്ഞു ഇമിഗ്രേഷനിലേക്ക് പോകാം, നമുക്ക് അതാണ് സ്കോപ്പ് കൂടെ. അപ്പോൾ ഇമിഗ്രേഷൻ തടയണം, കാരണം ഇനി ആൾക്കാർ വന്ന് നമുക്ക് പണി കിട്ടും. ഇനി നമ്മൾ സത്യം പറഞ്ഞുകൊണ്ടിരുന്നു, നമ്മുടെ പള്ളിയിലൊക്കെ ആൾക്കാരില്ലാതായിപ്പോൾ അത് പ്രശ്നമാണ്. അതുകൊണ്ട് അതിലേക്ക് എത്തി. അപ്പം നമ്മൾ പറയുന്നത് ഇതൊരു ഓത്തറിങ് ആണ്, നിങ്ങൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. ഓത്തറിങ്, വാട്ട് ഈസ് ഓത്തറിങ് എന്ന് പഠിച്ചാൽ മതി. ഇറ്റ് ഈസ് വിവിഡ്. അതിനുശേഷം വൈ ഇസ്ലാം ബിക്കെയിം ദ ഗ്ലോബൽ ടാർഗറ്റ് ഓഫ് 9/11. എന്തുകൊണ്ടാണ് 9/11 ശേഷം ആൾക്കാർ ടാർഗറ്റ്? ഒന്ന്, എ സിംഗിൾ ഇവൻറ്റ് റീഷേപ്ഡ് ഗ്ലോബൽ പൊളിറ്റിക്സ്. 9/11 വാസ് ദ ലാർജസ്റ്റ് ടെറർ അറ്റാക്ക് ഇൻ ദ മോഡേൺ മീഡിയ ഷോൺ ഓൺ നോൺ സ്റ്റോപ്പ് ഓൺ TV. കാണിച്ചുകൊണ്ടേയിരുന്നു, നിർത്താതെ കാണിച്ചപ്പോഴുള്ള പ്രശ്നം എന്താണ്? ആൾക്കാരത് മൈൻഡിൽ, കാരണം വിഷ്വൽ, ഞാൻ പറഞ്ഞതാണ് എന്താണ് ബയസ്, അവൈലബിലിറ്റി ബയസ് ഉണ്ടാക്കും. നിങ്ങളുടെ വിഷ്വൽ അത് മൈൻഡിൽ നിന്ന് പോവില്ല. മനസ്സിലായോ? അതേപോലെ ഉണ്ടായ ഒരു സാധനമാണ് ഈ പറഞ്ഞ, അറിയാം, മൊണാലിസ ഉണ്ടല്ലോ, ലൂവ്ർ മ്യൂസിയത്തിൽ നിന്ന് കട്ടുകൊണ്ട് പോയതാ. അറിയോ? ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? മോഷണം പോയി ആ ലൂവ്ർ മ്യൂസിയത്തിൽ ഇന്നിരിക്കുന്ന സാധനത്തല്ല, ഏതോ ഒരു മൂലയ്ക്കിരുന്നു, ആരും കണ്ടില്ല, അടിച്ചുകൊണ്ട് പോയത്. എന്ന് വെച്ചാൽ മൊണാലിസ എന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ് ആർക്കും ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് പെയിൻറ്റിങ് ആയിരുന്നില്ല. ഒരു കാലഘട്ടം, ഒരു സമയമുണ്ട്. നിങ്ങൾ ചോദിച്ചാൽ മതി ഇമ്പോർട്ടൻ്റ് ആയി മാറി. അതാണ് ഞാൻ പറയാൻ വരുന്നത്. മൊണാലിസ സ്റ്റോളൻ ഫ്രം ലൂവ്ർ. ഉണ്ടോ? റിസർച്ച് ഹിസ്റ്ററി വന്നു. 1911 മൊണാലിസ സ്റ്റോൾ ചെയ്തു, കട്ടുകൊണ്ട് പോയി. By handyman who had worked at the museum. He hid the painting overnight and smuggled it with next day when the museum was closed. The painting was recovered from Florence. ഇറ്റലിയിൽ നിന്ന് പിടിച്ചത് 13 ആഫ്റ്റർ ട്രൈ ടു സെൽ ഇറ്റ്. എന്ന് വെച്ചാൽ വിൽക്കാൻ നോക്കി പിടിച്ചെടുത്താണ്, അല്ലാതെ അവർക്ക് വേണമെന്നുണ്ടല്ല. എന്ന് വെച്ചാൽ ഒരു സാധനം കാണാൻ പോയിട്ട് ആർക്കും കാണിക്കുക. എന്നാൽ ഇപ്പം മൊണാലിസ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും, കാരണം ഒരു ഭിത്തിയിലേ ഉള്ളൂ, അത് ഒറ്റയ്ക്ക് ഫ്രെയിം ചെയ്ത് വെച്ചേക്കാം, ചെറിയൊരു പിക്ചറാണ്. എന്നാൽ അവിടെ ഭയങ്കര കൂട്ടുണ്ട് ആൾക്കാർ. ആ കൂട്ടം ഉണ്ടാക്കിയത് ഒരു മീഡിയ ഫ്രെയിമിംഗ് ആണ്. ചരിത്രം പറയാം എന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ പറഞ്ഞ നോൺ സ്റ്റോപ്പ് TV കാണിച്ചാൽ നിങ്ങളുടെ തലയിൽ അത് വരും, നിങ്ങളത് പിന്നെയും അതുകൊണ്ടാണ് അഡ്വർടൈസ്മെൻറ്റ്സ് കാണിക്കുന്നത്. ഒരു ആഡ്, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ആഡ് കൊടുക്കണമെങ്കിൽ നമ്മളത് പറയും ഇന്ന മിനിമം 6 ദിവസമെങ്കിലും ഓടിക്കണം, എന്നാലേ നിങ്ങളുടെ റീച്ച് കിട്ടുള്ളൂ. കാരണം ആൾക്കാരിത് കാണണ്ടേ, പഴകണ്ടേ, സ്കിപ്പ് ചെയ്ത് പോകാതിരിക്കണ്ടേ. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി ആടുണ്ട്, ഒരു പള്ളിയിൽ ചർച്ചിൽ വരൂ, ഞങ്ങളുടെ ആൾക്കാരെ കാണാൻ പരിചയപ്പെടാമെന്ന് പറഞ്ഞാൽ പള്ളിക്കാർ, ക്രിസ്ത്യൻ പള്ളികൾ, അതായത് ദ ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞൊരു പള്ളി യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും പരസ്യം കൊടുക്കുന്നുണ്ട്. എന്തൊരു ഗതികേടാ നോക്കി. പള്ളിയിൽ വരൂ, നിങ്ങൾക്ക് ഞങ്ങൾ ആളെ കാണിച്ചു തരാം, നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് സ്പോൺസേഡ് ആഡ് കൊടുക്കണമെങ്കിൽ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. പള്ളിയിൽ ആളില്ല, ഇവിടുത്തെ ക്രിസ്ത്യൻ പള്ളികളിൽ ആളില്ലാത്ത അവസ്ഥ. നമ്മുടെ പള്ളിയിൽ വെള്ളിയാഴ്ചകളിലൊക്കെ ഇതേപോലെ അവസ്ഥയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആൾക്കാർ ഒന്ന് തിങ്ങിക്കൂടും, പൈസ തരാമെന്നൊക്കെ പറഞ്ഞാലേ വരും. അപ്പം ഇതിൻ്റെ കഥ എന്താണെന്ന് ചോദിച്ചാൽ, മൊണാലിസ കളഞ്ഞ് ആൾക്കാർക്ക് വലിയ പോപ്പുലറൊന്നുമല്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ പോപ്പുലാരിറ്റി വരുത്താൻ വേണ്ടി എന്ത് ചെയ്തു, 2 വർഷം പാരീസ് ന്യൂസ് പേപ്പറിൽ ഫ്രണ്ട് പേജിൽ ഇത് നിർത്താതെ വെച്ചിരുന്നു. മനസ്സിലായോ? അത് സ്റ്റിക്ക് ചെയ്തു ഫ്രണ്ട് പേജിൽ. അത് 2 വർഷം ഒഴിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ കൂടി. പിന്നെ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി, ഓ ഇതിനകത്ത് ഹിസ്റ്റോറിക് എവിഡൻസ് ഉണ്ടല്ലേ, എൻ്റെ ഇടക്കൂടെ നോക്കിയാൽ ചിരിക്കുന്നുണ്ടല്ലേ, ഇവിടെ കൂടെ നോക്കിയാൽ ആണാണല്ലേ, പെണ്ണാണല്ലേ. ഡാവിഞ്ചി പോലും കരുതി കാണുന്നില്ല, അതുകൊണ്ടാണല്ലോ ലൂവ്ർ മ്യൂസിയത്തിൻ്റെ മൂലയിൽ കൊണ്ടുവച്ചത്. എന്നാൽ ഇപ്പോൾ അത് ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യപ്പെടുന്ന ഒരു പിക്ചറാണ്. അതിൻ്റെ കാരണം അതിനകത്തൊന്നുമില്ല. എന്നാൽ മീഡിയ ഫ്രെയിമിംഗ് ആണ്. മീഡിയ പറഞ്ഞാൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നാൽ നിങ്ങൾ വിശ്വസിക്കും. അതാണ് മാനിപ്പുലേഷൻ. അതാണ് 9/11 കാര്യത്തിൽ ചെയ്തത്. എല്ലാ ദിവസവും അത് തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ചർച്ച ചെയ്യേണ്ടപ്പെടേണ്ട സാധനങ്ങൾ ചർച്ച ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ എപ്സ്റ്റീൻ ഫയൽ ആരും മീഡിയ എടുക്കാത്ത എന്താ? അത് ചെയ്യാൻ പാടില്ല, കാരണം അതിൻ്റെ ഫണ്ട് മുടങ്ങും. അതിനകത്ത് ഒറ്റ ആൾക്കാരെല്ലാം വലിയ വലിയ ആളുകളാണ്, അതിൻ്റെ കൂടിയ ആൾക്കാരൊക്കെ. അത് ചെയ്ത് കഴിഞ്ഞാൽ പോയില്ലേ, പണി തീർന്ന്. പിന്നെ വീട്ടിൽ പോയിരിക്കാം, വീട്ടിൽ കിടക്കാം, കുഴി കിടക്കാം. അപ്പോൾ എന്താ, പീപ്പിൾ ഇന്നോവേഷനിൽ ലിങ്ക്ഡ് ഇസ്ലാം വിത്ത് ടെററിസം ഈവൻ ദോ ദി അറ്റാക്കേഴ്സ് റെപ്രസെൻറ്റഡ് ഓൺലി എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ് അൽ-ഖായിദ. എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടും അവരാണ് മുസ്ലിങ്ങളാണ്. ഇതെന്ത് ശരിയാണ്? നമ്മളെന്ത് ചെയ്തിട്ടാണ്? നമ്മൾ ഇന്ത്യയിലും കേരളത്തിലിരിക്കുന്നത് നമ്മൾക്കെന്ത് പറ്റി?
ആഫ്റ്റർ ദ ട്രോമ സൊസൈറ്റി ലുക്ക് ഫോർ സിമ്പിൾ എക്സ്പ്ലനേഷൻസ്. റീസൺ 2 മീഡിയ ലോജിക്. രണ്ടാമത് ഫിയർ സെൽസ്. സ്റ്റോറീസ് ഇൻവോൾവിംഗ് മുസ്ലിം ടെററിസം ബ്രോട്ട് വ്യൂസ് റേറ്റിംഗ് ആൻഡ് പൊളിറ്റിക്കൽ അറ്റൻഷൻ. റീച്ച് കൂടി. മൂവീസ്, ന്യൂ ഹെഡ്ലൈൻസ് ആൻഡ് പൊളിറ്റിക്കൽ സ്പീച്ചസ് റിപ്പീറ്റഡ് ദ സെയിം നാരറ്റീവ്. അതാണ് രണ്ടാമത്തെ കാര്യം. പറഞ്ഞുകൊണ്ടിരിക്കുക, സിനിമകൾ കാണിക്കുക. സിനിമകൾ കാണിക്കുമ്പോൾ താടി നൊപ്പി വെച്ച ആൾ വരിക, അള്ളാഹു അക്ബർ എന്ന് വിളിക്കുക, അയാൾ നിസ്കരിക്കുക, എന്നിട്ട് അയാൾ കൊല്ലുക. ഇതാണ് ഹോളിവുഡൊക്കെ. ആരെയാണ്? ജൂതൻ്റെയാണ് ഹോളിവുഡ്. അപ്പോൾ സ്റ്റീവൻ സ്പിൽബർഗ് ആരാണ്? മെഗാ ഗ്രൂപ്പിൽ അംഗമാണ്. ഹോളിവുഡിലെ എന്ന് വെച്ചാൽ ഹോളിവുഡ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ചിലപ്പം ഇവൻ്റ് അവർക്ക് വേണമെങ്കിൽ ഒരു കൊലപാതകം വേണമെങ്കിൽ അവർക്ക് സ്റ്റേജ് ചെയ്യാം. നിങ്ങൾ അറിയത്തില്ല. ട്രംപിൻ്റെ ചെവിയിലൂടെ ബുള്ളറ്റ് പോയില്ലേ, അയാൾക്ക് എങ്ങനെയാണ് പെട്ടെന്നൊരു മുറിവ് ഉണങ്ങുന്നത്? എങ്ങനെയാണ് ആ മുറിവിൻ്റെ പാഴ് പോലും മാറുന്നത്? പ്ലാസ്റ്റിക് സർജറി ചെയ്തു കേട്ടോ. അയാളുടെ പ്രായം നോക്ക്, പെട്ടെന്ന് മുറിവ് ഉണങ്ങുമോ? അങ്ങനെ ഒരു മുറിവ് ഉറപ്പായിട്ടും ഉണങ്ങത്തില്ല. നിങ്ങൾക്ക് ഷുഗറുള്ള അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ നോക്ക്, അവരുടെ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ അവർ പഴുത്ത് കൊണ്ട് നടക്കും. ട്രംപിന് പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മുറിവ് ഉണങ്ങാതിരിക്കുമോ? ഉണങ്ങിപ്പോവും പെട്ടെന്ന്. ഒരു കാരണവശാലും നടക്കത്തില്ല. അയാളുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ ആ ബുള്ളറ്റ് ഇഞ്ചുറി അയാൾക്ക് നല്ല സീരിയസ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് അയാൾ അടുത്ത ദിവസം പെട്ടെന്നല്ലേ അടുത്ത് ക്യാമ്പയിലൊക്കെ വന്നത്. പനി ഉണ്ടാവാം, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അയാൾക്ക് അതൊന്നും വന്നിട്ടില്ല. എന്ത് ചെയ്യാൻ? അയാൾ വലിയ എക്സ്ട്രാ ഓർഡിനറി മാനായിപ്പോയി. ആസ് എ റിസൾട്ട് ഈവൻ മുസ്ലിംസ് ഹു അപ്പോസ് ടെററിസം വേർ സീരിയസ്. നമ്മൾ തീവ്രവാദം തെറ്റാണെന്ന് പറഞ്ഞാലും നമ്മൾ പറയും ഓക്കെ ഞങ്ങൾ തീവ്രവാദിയാണ് കേട്ടോ എന്ന് പറയും. മീഡിയ റേഡ്ലി കവേർഡ് മുസ്ലിം വിക്ടിംസ് ഓഫ് മുസ്ലിം കോൺട്രിബ്യൂഷൻസ് ഓൺലി ത്രെറ്റനിങ് മീൻസ്. അവർ മറ്റുള്ള ഭാഗം കേൾക്കാൻ തന്നില്ല. അവർക്ക് വേണ്ടത് മറ്റേ വിഷ്വൽസ് കാണിക്കലാണ്. എന്നാൽ കിട്ടിയതെന്താ? ഒരു പാസ്പോർട്ട് മാത്രം. പാസ്പോർട്ട് വെച്ചിട്ട് പറയുകയാണ് ഓക്കെ മുസ്ലിംസ് കൊന്നു, എന്നാൽ ആരെങ്കിലും ചെയ്തതിൻ്റെ എവിഡൻസ് ഉണ്ടോ? അതുമില്ല. അതാണ് ഇവരുടെ ഫ്രെയിമിങ് രസം. 9/11 കോൺസ്പിറസി നിങ്ങളൊന്ന് കണ്ടു നോക്കണം. യൂട്യൂബിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കണം. പാസ്പോർട്ട് പേപ്പറിലുണ്ടാക്കിയ പാസ്പോർട്ട് കത്താതെ ബിൽഡിങ് മുഴുവൻ കത്തിപ്പോയി, ഫ്ലൈറ്റും കത്തിപ്പോയി, പെൻറ്റഗൺ ബിൽഡിങ്ങിലടിച്ച് ഫൈൻഡിനെ കാണാനില്ല, ആവിയായിപ്പോയി. ഫ്യൂല് കത്തി, പക്ഷേ പാസ്പോർട്ട് കിട്ടി. അവരുടെ എവിടെ എത്രയൊക്കെ ഉരുക്കിയാലും ഉരുകാത്ത ബ്ലാക്ക് ബോക്സ് കിട്ടിയില്ല, കറപ്റ്റായിപ്പോയി എന്ന് പറയുമ്പോൾ പാസ്പോർട്ടിന് എന്തോടെ ഇത്രയ്ക്കും ആൾക്കാർ ഇന്ന് പാസ്പോർട്ട് വെച്ചിട്ട് നമുക്ക് ബുള്ളറ്റ് പ്രൂഫുള്ള സാധനം ഉണ്ടാക്കാം. കാരണം പാസ്പോർട്ട് കത്തുന്നില്ല, ഒരു പ്രശ്നമില്ല, ബുള്ളറ്റ് ഉണ്ട്. അപ്പോൾ അത്രയ്ക്കും മാനിപ്പുലേറ്റ് ചെയ്തൊരു ഡേറ്റയാണ്. ഒരു വീക്കായ ഒരു സാധനമാണ് 9/11 അറ്റാക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് എത്രയോ കണക്കിന് ആൾക്കാരെ കൊന്നില്ലേ? ആൾക്കാർ വിശ്വസിച്ചില്ല അതിൻ്റെ പേരിൽ. ഇപ്പോഴും ആൾക്കാർ അതിൻ്റെ പേരിൽ എത്രയോ പേര് ക്രൂസിഫൈ ചെയ്യുന്നുണ്ട്. 9/11 ടെററിസ്റ്റ് അറ്റാക്ക് ഇസ്ലാമിനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നെതന്യാഹു. റീസൺ 3 ജിയോ പൊളിറ്റിക്സ് ആൻഡ് ഇൻട്രസ്റ്റ് റിസോഴ്സസ്. ഓയിൽ, ഗ്യാസ്, സ്ട്രാറ്റജിക് വാട്ടർവേസ്, റൂട്ട്, ജിയോ പൊളിറ്റിക്കൽ പൊസിഷൻസ്. ഇത് കാരണമാണ് അവർ ഈ പറഞ്ഞ മീഡിയ ഫ്രെയിമിംഗ് ഉണ്ടായത്. കാരണം മിഡിൽ ഈസ്റ്റിലാണ് ഈ പറഞ്ഞ റിസോഴ്സസ് ഉള്ളത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാം ഈ മുസ്ലിം രാജ്യങ്ങളാണ്. അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയാൽ അമേരിക്കയ്ക്ക് ചെന്ന് കയറാം. അതുകൊണ്ട് ദേ ഡിഡ് ഇറ്റ്. മിലിറ്ററി ഇൻ്റർവെൻഷൻ, സ്ട്രാറ്റജിക് അലയൻസസ്, അത് ഇസ്രായേലാണ്. ഇൻ്റലിജൻസ് ഓപ്പറേഷൻസ്. ടെററിസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എവിടെയും കയറി ചെല്ലാം, ആരും ചോദിക്കത്തൊന്നുമില്ല. എക്കണോമിക് ഇൻഫ്ലുവൻസ്. ദിസ് ഡസ് നോട്ട് മീൻസ് ഇത് വെസ്റ്റിന് ലൂട്ടിയലല്ല, ബട്ട് ഇറ്റ് ഡസ് മീൻ ദാറ്റ് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുക, ജസ്റ്റിഫൈ ഫോറിൻ ഇൻവോൾവ്മെൻറ്റ്. ഞങ്ങളെ കടന്നു വരാൻ നിങ്ങളുടെ ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാക്കിയെടുത്താണ് ടെററിസം എന്ന് വെച്ചാൽ. അവർ എന്തിനു വേണ്ടിയിട്ടാണ് മിഡിൽ ഈസ്റ്റ് വന്നത്? ടെററിസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ടെററിസം എന്താണെന്ന് ഞാൻ എക്കണോമിക്സിൽ പറഞ്ഞു തരുന്നുണ്ട്. അന്നേരം നിങ്ങൾ നല്ലോണം ഒന്ന് ഉറങ്ങാതിരിക്കണം. ഓക്കെ. അപ്പോൾ ഇറാഖ് വാർ എന്തിനാണ്? വേൾഡ് വെപ്പൺസ് ഫോർ മാസ് ഡിസ്ട്രക്ഷൻ. അതിനുള്ള വെപ്പൺ ഉണ്ടെന്ന് പറഞ്ഞാൽ ചെന്നത്. പക്ഷേ അങ്ങനെ സാധനമില്ല. അഫ്ഗാനിസ്ഥാനിലെ യുദ്ധത്തിന് പോയത് അവിടുത്തെ യുറേനിയത്തിന് വേണ്ടിയിട്ട്. ലിബിയയിൽ ഇൻ്റർവെൻഷന് പോയത് അവരുടെ ആഫ്രിക്കൻ കറൻസി ഉണ്ടാകാതിരിക്കാൻ. ഇറാനും സിറിയ, ലെബനൻ, സൊമാലിയ ഇവിടെയൊക്കെ പോയത് അവരുടെ റിസോഴ്സസ് അടിച്ച് മാറ്റാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും പറയുന്നു ഇറാനിൽ വെപ്പൺ ഉണ്ടെന്ന്. അതെന്നാൽ അവരുണ്ടാക്കിയോ? അതുമില്ല. കോൺഫ്ലിക്ട്സ് മേക്സ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഇൻ്റർവെൻഷൻ ഈസിയർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിച്ചല്ല, നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, പേടിക്കണ്ട. 4 ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് വിത്തിൻ ദ മുസ്ലിം. അവർ തമ്മിലൊരു പ്രശ്നമുണ്ട്. ഗവൺമെൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ട്. അവർ യുദ്ധത്തിന് ഓയിലിൻ്റെ വില അങ്ങോട്ടും ഇങ്ങോട്ടും, ഇറാഖ് കുവൈറ്റ് യുദ്ധം ഉണ്ടല്ലോ, ഓയിലിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യം മുതലാക്കുകയും ചെയ്താൽ. അതിൻ്റെ കാരണം മുസ്ലിംസ് ഗ്ലോബലി ക്രൈംസ് കമ്മിറ്റ് ചെയ്തുകൊണ്ടാണോ? അല്ല. ദ മെജോറിറ്റി ഓഫ് വയലൻസ് ഇൻ ദ വേൾഡ് ഇസ് നോട്ട് കമ്മിറ്റ്. പിന്നെ അടി എൻ്റെ റബ്ബേ, മുസ്ലിംസ് അല്ല എന്നാണ് പറയുന്നത്. ഞാൻ പിന്നെയും ഇതെങ്ങനെ പറയുന്നത്? Majority of the violence in the world is not committed by Muslims. Mexican drug war, Russian invasion in Ukraine, Myanmar genocide, Rwandan genocide, many African, Colombian conflict. മുസ്ലിംസ് അല്ലെന്നാണ് പറയുന്നത് ലോകത്തുള്ള പ്രശ്നങ്ങൾ കാരണം. അപ്പോൾ
ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എന്താണ് മുസ്ലിംസ് അല്ല ചെയ്തത്. എന്നാൽ ലോകത്തുള്ള ഒരുപാട് കോട്ടക്കലകൾ മറ്റുള്ളവരെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ ആരെയും കുറ്റം പറയാൻ പോകുന്നില്ല, അവരെ സ്കേപ്പ് ഗോട്ട് ചെയ്യാനും പറ്റുന്നില്ല. ഹിന്ദു മുസ്ലിം റൈറ്റ്സ്, ചൈനീസ് റിപ്രഷൻ ഓഫ് മൈനോറിറ്റീസ്, യൂറോപ്യൻ ഫാർ റൈറ്റ് മിലിഷ്യാസ്. അപ്പോൾ പറയുന്നത് ദീസ് ആർ റെയർലി ഫ്രെയിംഡ് ആസ് ക്രിസ്ത്യൻ വയലൻസ്, ഹിന്ദു വയലൻസ്, വെസ്റ്റേൺ ടെററിസം. മുസ്ലിം വയലൻസ് ഗെറ്റ്സ് റിലീജിയസ് ലേബലിംഗ്, അതേഴ്സ് ഗെറ്റ് പൊളിറ്റിക്കൽ ലേബലിംഗ്. ഇതാണ് നമ്മളുടെ പ്രധാന പ്രശ്നം. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ പൊളിറ്റിക്കലി മറ്റുള്ളതിനെ കാണുമ്പോൾ ഇതിനെ മതപരമായിട്ട് കാണുന്നു. അതാണ് ഞങ്ങളുടെ പ്രശ്നം. നിങ്ങൾ ഡബിൾ സ്റ്റാൻഡേർഡ് എടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. കാരണം ഈ പറഞ്ഞ റിലീജിയസ് ലേബലിംഗ് ആണ് പ്രശ്നം. എന്ന് വെച്ചാൽ നിങ്ങൾ സ്റ്റീരിയോട്ടിപ്പിക് ആകുമ്പോൾ, ബയാസ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, ഫ്രെയിമിങ് മാറുന്നു. എന്നുവെച്ചാൽ ക്രിസ്ത്യൻ ചെയ്താൽ അത് പൊളിറ്റിക്കൽ ഇഷ്യൂസാണ്, അല്ലെങ്കിൽ റയോട്ടാണ്. എന്നാൽ മുസ്ലിം ചെയ്യുമ്പോൾ അത് ടെററിസമാണ്. ടെററിസം എന്ന വാക്ക് തന്നെ പറഞ്ഞില്ലേ, ടെറർ എന്ന വാക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കുന്ന വാക്കാണ്. മറ്റുള്ള വാക്കുകളൊന്നും അതിന് വലിയ പ്രസക്തിയില്ല. അതുകൊണ്ടാണ് മറ്റേ വാക്കുകളൊക്കെ അവിടെ ഉപയോഗിക്കുന്നതും നമുക്കിട്ട് വരുമ്പോൾ മറ്റേ തരുന്നത്. അതുകൊണ്ട് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ സാധനമില്ലല്ലോ. അതിപ്പോൾ ഇസ്ലാം വാങ്ങിച്ചില്ലേ. ഇനിയിപ്പോൾ കമ്മ്യൂണിസത്തിന് വേറെ പേര് പോവാം. കമ്മ്യൂണിസ്റ്റ് റിബൽസ് എന്നൊക്കെ വേണം വിളിക്കാം, നെക്സൽ എന്നൊക്കെ വിളിക്കാം. ഇപ്പോൾ ടെററിസം പോയി ഔട്ട്ഡേറ്റഡ് ആയി. എന്ന് വെച്ചാൽ ഇനിയും ഞങ്ങളുടെ ഇതും പോവും, വേറെ ആൾക്കും കിട്ടും. അതാരാണെന്ന് നിങ്ങൾ കാത്തിരുന്നു, അപ്പോൾ അറിയാം. സോ വൈ ഇസ്ലാം നൗ? 50-നും 90-നും ഇടയിൽ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. 90-ൽ കഴിഞ്ഞപ്പോൾ ഡ്രഗ് കാർട്ടലായി. 2001-നും 20-നും ഇടയിൽ മുസ്ലിമായി. അത് ആ പറഞ്ഞ 9/11 അറ്റാക്കാണ് തുടക്കം എന്നല്ല, അത് അവിടെ നിന്നാണ് പോപ്പുലാരിറ്റി കിട്ടുന്നത്. അതിന് മുമ്പ് ഒരു ബോംബിംഗ് ഉണ്ടായിരുന്നു വേൾഡ് ട്രേഡ് സെൻ്ററിൻ്റെ 85. അത് ഇട്ട് നോക്കി, പക്ഷേ അതിന് അത്രയൊക്കെ ഇങ്ങോട്ട് സ്വീകാര്യത കിട്ടിയില്ല. മൊത്തം തകർത്തപ്പോൾ കിട്ടി. 25-ന് ഇപ്പം ചൈന, റഷ്യ, മൈഗ്രൻസ്. ഇപ്പോൾ അവരാണ് പ്രശ്നം. കാരണം US വിട്ടു ചൈനയ്ക്ക് പോയി. അതായത് ഒരു എക്കണോമിക് ഷിഫ്റ്റ് നടക്കുന്നുണ്ട് ഇപ്പം. വെസ്റ്റേൺ റീജിയനിൽ നിന്ന് ഏഷ്യൻ റീജിയനിലേക്ക് ഒരു ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. അത് ബ്രിക്ക്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം, ഇതെല്ലാം പൊളിറ്റിക്കൽ സ്ട്രാറ്റജീസാണ്. റിലീജിയൻ ഇതുമായിട്ട് വരുന്നതേ ഇല്ല. പിന്നെ ഈ വരുന്ന കമൻറ്റ് ബോക്സ് വരുന്ന എന്തുവാ പ്രൊഫൈൽസ് എല്ലാം ഫേക്കാണ്. അതുണ്ടാക്കാൻ ഒരു ASM അങ്ങനെ ഉണ്ടെന്നത്, അതൊരു ഇസ്രായേലി ആപ്ലിക്കേഷൻ പറ്റും, ഈസി ആയിട്ട് പറ്റും. നിങ്ങൾക്ക് മില്യൺസ് ഓഫ് പ്രൊഫൈൽസ്. അതുകൊണ്ടല്ലേ ട്വിറ്ററിൽ നരേന്ദ്രമോദിക്ക് ഇത്രയും ഫേക്ക് ഫോളോവേഴ്സ് വന്നത്. ഇപ്പം ട്വിറ്ററിൻ്റെ വന്നപ്പോൾ ഒറിജിനേഷൻ വന്നപ്പോൾ എവിടെ നിന്നൊക്കെയാണ് വന്നത് എന്ന് വെച്ചാൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ആർക്കും പറ്റും. ഇപ്പം സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രൊഫൈൽ ഉണ്ടാക്കാം. അതൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണെന്നേ. സിമ്പിളാണ് അതൊക്കെ. അതല്ലേ നമ്മൾ ടെസ്റ്റിങ്ങിന് ഉപയോഗിക്കുക. ഓട്ടോമാറ്റിക്കൽ ക്രിയേറ്റ് ചെയ്ത് നോക്കും. ഇസ്ലാം ബിക്കെയിം ദ ടാർഗറ്റ് ബിക്കോസ് എ ലാർജ് ട്രോമാറ്റിക് ഇവൻറ്റ്. 9/11 ഭാഗം, മീഡിയ നരേഷൻ, പൊളിറ്റിക്കൽ യൂസ്ഫുൾനെസ്, ജിയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ്, റൈസിങ് നാഷണലിസം ഇൻ ദ വെസ്റ്റ്. അത് നമുക്ക് എന്താണ് നമ്മുടെ അലക്കുന്നിടുന്നത്. ലാക്ക് ഓഫ് മുസ്ലിം ജിയോ പൊളിറ്റിക്കൽ പവർ ടു കൗണ്ടർ നെഗറ്റീവ് നാരറ്റീവ്സ്. ഇൻ അഡീഷൻ മുസ്ലിം മെജോറിറ്റി കൺട്രീസ് ആർ ഓഫ്റ്റൻ ഡിവൈഡ്. അവർ തന്നെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടൊക്കെയാണ് അവരുടെ കൊളോണൈസേഷൻ, അതൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, അവരെ ഈസി ആയിട്ട് ടാർഗറ്റ് ചെയ്യാം. കാരണം അവിടെ ഓൾറെഡി പ്രശ്നങ്ങൾ നടക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടെററിസം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. കാരണം പവർഫുൾ നേഷൻസിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ബ്ലെയിം. ഈസ് ദർ ഓൾസോ റേസിസം ആൻഡ് കൾച്ചറൽ ബയസ് ഇൻവോൾവ്? യെസ്. ഇസ്ലാമോഫോബിയ ഈസ് നോട്ട് പ്യൂർലി പൊളിറ്റിക്കൽ, ഇറ്റ്സ് ഓൾസോ കൾച്ചറൽ ആൻഡ് റേഷ്യൽ. മിഡിൽ ഈസ്റ്റേണേഴ്സ് ആൻഡ് ആഫ്രിക്കൻസ് ഹാവ് സ്റ്റീരിയോടൈപ്ഡ് ഫോർ സെഞ്ചുറി. അവരാണ് പ്രശ്നം. നമ്മളിലേക്ക് വരുമ്പോൾ വലിയ പ്രശ്നമില്ല. മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ തീവ്രവാദ. അതും ആഫ്രിക്കൻസിനും അറിയില്ല. കറുത്തവൻ ജോലി ചെയ്യേണ്ടവനും മറ്റവൻ വെളുത്തവൻ തിന്നേണ്ടവനും. കൊളോണിയൽ ഇറ ഇമേജസ്. മുസ്ലിം ബാർബേറിക് ബാക്ക്വേർഡ് ആണെന്നുള്ളത് സ്റ്റിൽ ഇൻഫ്ലുവൻസ് മോഡൽ. അതായത് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ കാട്ടറബികളാണ്, അവർ ബാർബേറിയൻസ് ആണ്, അവർ കൊല്ലുന്നവരാണ്, കുട്ടികളെ കൊല്ലുന്നവരാണ്, പെൺകുട്ടികളെ വെച്ചേക്കത്തില്ല, പഠിക്കാൻ വിടത്തില്ല, വിദ്യാഭ്യാസം നേടാൻ ഒട്ടും സമ്മതിക്കത്തില്ല. അവരെല്ലാം പൊട്ടന്മാരാണ്. മദ്രസ പൊട്ടനാണ്. മദ്രസ പൊട്ടനാണെന്ന് നോക്കാം. ഓക്കെ. ഫാർ റൈറ്റ് മൂവ്മെൻറ്റ്സ് യൂസ് ആൻറ്റി മുസ്ലിം സെൻറ്റിമെൻറ്റ്സ് ടു ഗെയിൻ വോട്ടേഴ്സ്. അതിവിടെ സാധാരണ നടക്കുന്നതാണ്. ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാക്കും. ഇപ്പം നടക്കുന്ന ഇമിഗ്രൻസിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ആണ്. എന്ന് വെച്ചാൽ ഇവർ പറയും ഞങ്ങളൊരു ആൻറ്റി ഇമിഗ്രൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ലാറ്റ്വിൻ നാളെ ഇറക്കിയായിരുന്നു. അത് ജയിച്ചോ ഇല്ലെന്ന് ആർക്കറിയാം. അപ്പം അത് പറഞ്ഞതിൻ്റെ കാര്യം എന്താ, മറ്റുള്ളവർ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ പൊളിറ്റീഷ്യൻസിനെ അറിയുള്ളൂ ഇമിഗ്രൻസ് വന്നാലേ കച്ചവടം നടക്കുള്ളൂ. GDP വളരണമെങ്കിൽ ഞാൻ പറഞ്ഞാണ് 2018 ലാറ്റ്വിയയുടെ ഗ്രാഫും 2025 ഗ്രാഫും 7 വർഷത്തെ ഗ്രാഫ് എടുത്ത് ഞാൻ ലാറ്റ്വിയനോട് സംസാരിച്ചപ്പോൾ അയാൾ സമ്മതിച്ച കാര്യമാണ്. ഞാൻ പറഞ്ഞു നമ്മൾ ഇന്നിരിക്കുന്ന ഈ റെസ്റ്റോറൻറ്റ് 7 വർഷം മുമ്പ് ഇവിടെ ഇല്ലായിരുന്നു. അന്നിവിടെ കാടായിരുന്നു, അന്നിവിടെ കള്ളുകൂടിയന്മാരുടെ വേളമായിരുന്നു, അന്നിവിടെ ഇരുട്ടായിരുന്നു, ഇടി കിട്ടുമായിരുന്നു, മൂക്കിലിടി കിട്ടുമായിരുന്നു. അപ്പോൾ അയാൾ സമ്മതിച്ചു, ശരിയാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് നല്ല മാറ്റമുണ്ട്, നല്ല തിരക്കുണ്ട്.
പാർക്കുകളിൽ ആളായി. അന്ന് പാർക്കുകളിൽ പട്ടിക്കുഞ്ഞ് പോലും ഇല്ലാത്ത സമയമായിരുന്നു. പാർക്കുകൾ പാർക്കുകളായി, കടകളായി. നമ്മളിവിടെ ഇരിക്കുന്ന സമയം ഇവിടെ ആൾക്കാർ പറഞ്ഞു, ലാറ്റ്വിയൻസ് പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ നിങ്ങൾ താമസിക്കരുത്, ഇടിയിട്ടും നിങ്ങൾ ഇവിടുന്ന് പൊക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഒരു ടൗൺ പോലെ ആയില്ലേ. അപ്പുറത്ത് കട, ഇപ്പുറത്ത് കട, അടിപൊളി റോഡുകൾ, അപ്പുറത്ത് ബിൽഡിങ് വന്നു, ഒരുപാട് താമസക്കാർ വന്നു, ലൈറ്റ് വന്നു, ഭയങ്കര മാറ്റമായി. എന്ന് വെച്ചാൽ ഇമിഗ്രൻസ് വന്നപ്പോഴാണ് ഇതൊക്കെ വന്നത്, അല്ലാതെ നിങ്ങളുടെ കയ്യിലൊന്നുമില്ല. ഇപ്പോൾ ബാൾട്ടിക് റെയിൽ വരുന്നുണ്ട് എന്ന് വെച്ചാൽ അവർക്കത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ല, പക്ഷേ രണ്ട് നിലപാടാണ്. അവർ ഒരാളോട് അത് പറയും, പക്ഷേ മറ്റടുത്ത് ഉറപ്പായിട്ട് ചെയ്ത് പറ്റില്ല. കാരണം ഇപ്പോൾ UAE ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിക്കുന്നത് ടെററിസം എന്ന് പറഞ്ഞിട്ട് അവരതിൽ നിന്ന് വാങ്ങിക്കുന്നതിന് പിന്നെ MR ഗ്രൂപ്പ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തു. എന്ന് വെച്ചാൽ ലാറ്റ്വിയയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂടിക്കൊണ്ടിരിക്കുന്നു. MR ഗ്രൂപ്പ് അവിടെ ഒരു ദുബായ് പോലൊരു സിറ്റി, അവിടെ ലേക്ക് സൈഡിൽ, റിവർ സൈഡിലാണ്, വാട്ടർ ഫ്രണ്ടിൽ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് വാങ്ങിക്കാം. പക്ഷേ ഇവരോട് പറയുമ്പം വേണേൽ പറയാം ഇസ്ലാം തീവ്രവാദമാണ് ഞങ്ങൾ പറയാം. അപ്പോൾ കൺക്ലൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാം ഓഫ് പൊളിറ്റിക്കൽ ടൂളാണ്, നോട്ട് ജസ്റ്റ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ല, തെറ്റിദ്ധാരണയല്ല, അത് നിർബന്ധമാണ്, ഉണ്ടാക്കി വെച്ചതാണ്. കാരണം അതൊരു പൊളിറ്റിക്കൽ ടൂളാണ്. കൺക്ലൂഷൻ എന്താണ്? മുസ്ലിംസ് ആർ നോട്ട് ടാർഗറ്റഡ് ബിക്കോസ് ദേ ആർ ടാർഗറ്റഡ് ഇൻഹറൻറ്റ് വയലൻ്റ് ബാഡ്. അത് ആയതുകൊണ്ടല്ല മുസ്ലിംസ് ആർ, ബിക്കോസ് ട്രോമാറ്റിക് ഗ്ലോബൽ ഉണ്ട്, മീഡിയ ആംപ്ലിഫിക്കേഷൻസ് ഉണ്ട്, വെസ്റ്റേൺ പവേഴ്സ് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ ആൻഡ് റേഷ്യൽ സ്റ്റീരിയോടൈപ്സ് ഉണ്ട്, പൊളിറ്റീഷ്യൻസ് ഇസ്ലാമോഫോബിയ ഉണ്ട്, മുസ്ലിം കാര്യമുണ്ട്. ഓക്കെ, ദിസ് ഇസ് നോട്ട് അബൌട്ട് റിലിജൻ ബീങ് ഗുഡ് ഓർ ബാഡ്, ഇറ്റ്സ് അബൌട്ട് ഹൗ ഗ്ലോബൽ പവർ, മീഡിയ ആൻഡ് ഫിയർ ആൻഡ് പൊളിറ്റിക്കൽസ്. ഇതിപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് വിസിബിൾ അല്ലേ? നിങ്ങൾ നോക്കിയോ, ഈ പറഞ്ഞ ഇസ്രായേൽ പാലസ്തീൻ എടുത്തെടുത്ത് നോക്കുക, നിങ്ങൾക്ക് രണ്ട് സ്റ്റാൻഡേർഡ് കാണാം. കുട്ടികളെ കൊന്നാൽ പറയും ഓ അത് നല്ലതാണ്, അവർ തീവ്രവാദി ആവാതിരിക്കാനാണ്. സ്ത്രീകളെ കൊല്ലുമ്പോൾ പറയും അവർ കുട്ടികളെ ഉണ്ടാക്കാതിരിക്കാനാണ്. ഇത് എന്ത് നിലപാടാണ് ഇത്? അപ്പുറത്തൊരു ബോംബ് വീണാലോ അയ്യോ ഞങ്ങളെല്ലാം കൊല്ലുന്നതെന്ന് പറയും, ഹോസ്റ്റേജ് എടുത്തോണ്ട് പോയതൊക്കെ പറയുന്നത്. ഇത് മീഡിയ ഫ്രെയിമിംഗ് ആണ്, ഭയങ്കര മീഡിയ ഫ്രെയിമിംഗ് ആണ്. അവരുടെ കയ്യിലാണ് മീഡിയ. നിങ്ങൾ നോക്കിക്കോ, ജൂതൻ്റെ കയ്യിലാണ് 100% ഓഫ് ദി US മീഡിയ. ഇപ്പോൾ ഉള്ളതിലും ഹോളിവുഡ് ആണെങ്കിലും ഇപ്പോൾ യൂട്യൂബ് ചാനലിലൂടെയാണ് ആൾക്കാർ മീഡിയ ചെയ്യുന്നത്. ഇപ്പം ടക്കർ കാൾസനും ഇപ്പോൾ കാൻഡസ് ഷോയൊക്കെ ചെയ്യുന്നവർ യൂട്യൂബ് ചാനൽ വഴിയാണ്. കാരണം മീഡിയ ബയസ്ഡായി. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. അൺബയസ്ഡ് ആവണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ മീഡിയ പോകണം. അതുകൊണ്ടാണ് ഞാനും ഇത് ചെയ്യേണ്ടി വന്നത്. എനിക്ക് എൻ്റെ ബാധ്യത എടുക്കേണ്ടി വന്നത് ഇന്ത്യൻ മീഡിയ ബയസ്ഡ് ആയതുകൊണ്ടാണ് എനിക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടി വന്നത്. അല്ലാതെ എനിക്ക് റീച്ചോ എനിക്ക് ഫോളോവേഴ്സിനോ എൻ്റെ ഫോളോവേഴ്സിലേക്ക് വരികയോ വേണ്ട നിങ്ങൾ. എനിക്കതല്ല വേണ്ട. എനിക്ക് നിങ്ങൾ സത്യം മനസ്സിലാക്കണം. ആൾക്കാരെന്തിനാണ് എന്നെ ആൾക്കാർ കുറ്റം പറയത്തൊന്നുമില്ല. കാരണം ഞാൻ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുസ്ലിമാണ് പറഞ്ഞിട്ടുണ്ട് ചെയ്യുന്നത്. അത് നല്ല രീതിയിൽ റിലേഷൻഷിപ്പിലാണ് പോകുന്നത്. ഞാൻ ഓണറിൻ്റെ അടുത്ത് ചോദിച്ചു, ഏറ്റവും നല്ല രീതിയിലുള്ള ഡിമാൻഡ് നടത്തി എനിക്കാണ് ഏറ്റവും കൂടുതൽ ഇളവുകൾ തരുന്നത്. എനിക്ക് പൈസ താമസിച്ച് കൊടുത്താലും കുഴപ്പമില്ല, അയാൾ അംഗീകരിക്കും. കാരണം ഞാനുമായിട്ടുള്ള ടേംസ് അങ്ങനെയാണ്. യൂറോപ്പിൻ്റെ കാര്യം പറഞ്ഞത്. സോ അതിനുശേഷം വൈ ഐസിസ് അപ്പിയർഡ് ഇൻ ദി അതിലും ചോദിക്കുന്നത് അതെന്തുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. വേൾഡ് വാറിൻ്റെ സമയം, ഇറാഖിൻ്റെ സമയത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് ഐസിസിനെ കുറിച്ച് അറിയാനുണ്ട്. അതെന്തുകൊണ്ടാണ് ഇത് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് തെറ്റായത് മനസ്സിലാക്കുന്നത് വെച്ചാൽ എന്തുകൊണ്ട്. ഇപ്പോൾ അവന് പറഞ്ഞില്ലേ ഹൗ മുസ്ലിം മെജോറിറ്റി കൺട്രീസ് ക്യാൻ റിവേഴ്സ് ആൻഡ് വെദർ ഇസ്ലാമോഫോബിയ ഈസ് റൈസിങ് ഓർ ഡിക്ലൈനിങ് ഇൻ 2025. 25 അത് താഴെയാണോ മുകളിലോട്ടാണോ അത് നോക്കാം. 84 തുടങ്ങിയല്ലേ, 90 2001 തുടങ്ങിയല്ലേ, അത് മുകളിൽ പോകുന്നുണ്ടോ താഴെ, ആ ഗ്രാഫ് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഇസ്ലാമിക് അറബികളെല്ലാം അറിവില്ലാത്തവന്മാരാണോ, കോൺട്രിബ്യൂഷൻ ഇല്ലാത്തവന്മാരാണോ, വിവരം കെട്ടവന്മാരാണോ, കാട്ടറബികളാണോ? ഓക്കെ, യുദ്ധങ്ങൾ ചെയ്യുന്നവർ മാത്രമാണോ അതോ വേറെ വല്ലതും ഉണ്ടോ, അവരുടെ കോൺട്രിബ്യൂഷൻ വേറെ ഉണ്ടെങ്കിൽ പറ. I will answer the question, clarify. Okay, why ISIS? ISIS did not come from Islam or religion. It came from the perfect storm of political disaster. Division ഉണ്ടായി, മിലിറ്റൻസ് ഉണ്ടായി. ആ മിലിറ്റൻസിന് എന്ത് ഫാർ റൈറ്റ് വിങ്ങിന് എന്ത് ആയുധം കൊടുത്ത അമേരിക്കയാണ്. റൊണാൾഡ് റീഗൻ പോയി മീറ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോയും ഫോട്ടോ ഒക്കെ ഉള്ളതാണ്. അതിന് നിങ്ങൾ നുണ പറയാൻ നിൽക്കണ്ട. The US invasion removed Saddam Hussein. തകർത്തു, കുത്തിക്കൊന്നു. ഇറാഖി ആർമി, പോലീസ്, സിവിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊളാപ്സ്, തകർന്നു. thousands of trained soldiers suddenly unemployed and angry. This created a vacuum which extremist groups could form. അങ്ങനെ ഉണ്ടായപ്പോൾ എക്സ്ട്രീമിസത്തിന് ആര് ഫണ്ട് ചെയ്തു? അമേരിക്ക ഫണ്ട് ചെയ്തു. എന്നിട്ട് അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ഐസിസ് ഉണ്ടാക്കി. അതുണ്ടാക്കിയെന്ന് ബിൽ ക്ലിൻ്റൺ, അവൻ്റെ ഹിലറി ക്ലിൻ്റൺ പറഞ്ഞല്ലേ. നിങ്ങളുടെ പ്രൂഫ് ഇനി എന്തുള്ള? ഐസിസിൽ വർക്ക് ചെയ്ത ഒരാളാണ് ഇപ്പോൾ സിറിയയുടെ പ്രസിഡൻറ്റ്. അറിയോ? സിറിയൻ പ്രസിഡന്റ് കാണണോ? ഇയാൾ തന്നെ കേട്ടോ. ഇയാളുടെ ഇതൊക്കെ കണ്ടോ? ഇയാൾ തീവ്രവാദ ഗ്രൂപ്പിൻ്റെ ആളായിരുന്നു. എന്ന് വെച്ചാൽ അൽ ഖായിദയോ ഇവിടെ കണ്ടോ വർക്ക് ചെയ്തത്. സിറിയൻ പൊളിറ്റീഷ്യൻ, റെവല്യൂഷൻ, ഫോമർ റെബൽ കമാൻഡർ ഹു വാസ് സെർവ്ഡ് ആസ് എ പ്രസിഡന്റ് ഓഫ് സിറിയ. അയാളുടെ പാസ്റ്റ് വർക്ക് ഓർഗനൈസേഷൻ നോക്കാം. ഓക്കെ, ഇയാൾ ഏതോ ഒരു ഇത് കണ്ടാത്തന്നെ മനസ്സിലായില്ലേ, ലുക്ക് കണ്ടില്ലേ? ഇയാൾ ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്. എന്ന് വെച്ചാൽ ഇയാൾ ടെററിസ്റ്റൊക്കെ മാറി.
ഇയാളെ ലുക്കൗട്ട് നോട്ടീസ് ഇട്ടിട്ടാണ് അമേരിക്ക, ഇയാളുടെ തലയ്ക്ക് വില ഇട്ടെടുക്കുന്ന പറഞ്ഞാൽ അമേരിക്ക ലുക്കൗട്ട് നോട്ടീസ് കൊടുത്തിട്ട് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഓവൽ ഓഫീസിൽ പിടിച്ചിരുത്തി ഇയാൾക്ക് അത്ര അടിച്ചു കൊടുക്കുന്ന സീനുണ്ട്. എൻ്റെ പോലെ അതാ പറഞ്ഞത്, ഇത് പബ്ലിക്കലി അവർ കാണിക്കുകയാണ്, ഞങ്ങളുടെ ആളാണ്, ഞങ്ങളുടെ കൂടെ ഇരിക്കുകയാണെന്ന് കാണിക്കുകയാണ് പിന്നെയും. ഇയാളുടെ പ്രസിഡന്റ് സിറിയനെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സിറിയക്ക് നല്ലതാണോ മോശമാണോ? അയാൾ മോശം. അമേരിക്കയുടെ കൂടെ നിന്ന ആൾ എതിർപക്ഷത്തിൽ നിന്ന് തീവ്രവാദം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ തീവ്രവാദി പിടിച്ച അമേരിക്ക, അപ്പോൾ അമേരിക്കൻ തീവ്രവാദിയാണോ? എന്ത് നിങ്ങൾ പകൽ വെളിച്ചത്താണ് കാണിച്ചത്, എന്നിട്ട് നിങ്ങൾ പറയാണ് അയ്യോ കണ്ണ് എനിക്ക് കാണാൻ വയ്യല്ലോ എന്ന് പറഞ്ഞതിനെ ഇരുട്ടാക്കുന്നത് നിങ്ങൾ ഈ ഒരു സമയത്താണ്. നല്ല രസമാണ്. ഓക്കെ, അങ്ങനെയാണ് ഐസിസ് അവിടെ വരുന്നത്. അത് നമ്മുടെ മതത്തിൽ നിന്നല്ല, നിങ്ങൾ അമേരിക്കക്കാരനാണ്. അമേരിക്ക നിങ്ങൾ പോയി ചീത്ത വിളിച്ചാൽ മതി. സെക്ടേറിയൻ കോൺഫ്ലിക്ട്സ് പോളറൈസ്ഡ്, അത് ഷിയ സുന്നി പ്രശ്നങ്ങളൊക്കെ അവിടെ വെപ്പണൈസ് ചെയ്തു. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധം കൊടുത്ത് ആരാണെന്നൊക്കെ നോക്കാം. ദ സിറിയൻ സിവിൽ വാർ, സിറിയയിലുണ്ടായ പ്രശ്നം ഇങ്ങനെയാണ്. അതുപോലെ ഈ പറഞ്ഞ സിവിൽ വാർ ഉണ്ടായി, അതിനുശേഷം ഗ്രൂപ്പ് ഉണ്ടായി, അതിനുശേഷം ഐസിസ് അങ്ങോട്ട് പോയി അവിടെയും പിടിച്ചെത്തി, അവിടെയും പ്രശ്നം ഉണ്ടായി, അങ്ങനെ ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കി. Foreign funding channels. Early in the conflict, various groups received money, weapons, intelligence from multiple sides, regional powers, private donors and black markets. ISIS benefit. അത് കൊടുക്കുന്ന ആരാ? ആയുധം ഉണ്ടാക്കുന്നവരാ. ആയുധം ഉണ്ടാക്കുന്നത് ഇത് ചുമ്മാ വീട്ടിലുണ്ടാക്കുന്നവരാ. കൃത്യമായ കമ്പനികളുണ്ട് ഇതിന്, അതിന് കൃത്യമായ ലേവലുണ്ട്, കൃത്യമായ രാജ്യങ്ങളുണ്ട്. ഏതാ റഫേൽ പോലുള്ള കരാറുകൾ കണ്ടില്ലേ? ഇത് ഉണ്ടാക്കണമെങ്കിൽ കൃത്യമായ R&D വേണം, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇതൊരു മിസൈൽ ടെക്നോളജിയാണ്. ചുമ്മാ ആൾ വീട്ടിലുണ്ടാക്കുന്നത് എന്തത് കുടിൽ വ്യവസായമോ? ഇതിന് കൃത്യമായ റിസോഴ്സ് വേണം, ഇതിന് കൃത്യമായ സാധനങ്ങൾ വേണം. എന്ന് വെച്ചാൽ സ്പേസ് എക്സിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു മിസൈൽ ടെക്നോളജിയാണ്. അത് ആയുധമായിട്ടും ഉപയോഗിക്കാം. അതുകൊണ്ട് അമേരിക്കൻ സിറ്റിസൺസ് മാത്രമേ അവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് പ്രൂവ് ചെയ്യണം. നിങ്ങൾ ഇന്ത്യക്കാരായാലും വർക്ക് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ കൃത്യമായ ഒരു സെക്യൂരിറ്റി പെർസ്പെക്റ്റീവ് ആണത്. അതാണ് എല്ലാവരും ഇവിടെ വീട്ടിൽ ഇരുന്ന് ഉണ്ടാക്കുകയാണല്ലോ, ബോംബ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. സോഷ്യൽ കൊളാപ്സസ് ആൻഡ് ഡെസ്പറേഷൻ, മില്യൻസ് ഓഫ് ജോബ്ലെസ് മെൻ, ഡിസ്പ്ലേസ്ഡ് യൂസ്, അതൊക്കെയാണ് ഐസിൽ ജോയിൻ ചെയ്തെന്ന് പറയുന്നു. എക്സ്ട്രീമിസം ഫാസ്റ്റസ്റ്റ് ഗ്രോൺ കാര്യങ്ങളും ഫെയിൽഡ് സ്റ്റേറ്റ്സിലൊക്കെയാണ് ഇത് വന്നിട്ടുള്ളത്. അതൊരു പൊളിറ്റിക്കൽ ഫീമാണ്, റിലീജിയസ് അല്ല. വീണ്ടും പറയുന്നു റിലീജിയസ് അല്ല. ഈസ് ഐസിസ് ഡിക്ലൈനിങ്, ദ സ്റ്റേറ്റ് ഈസ് ഗോൺ. 2019 ലോസ്റ്റ് ടെറിട്ടറി, സിറിയയിലും ഇറാഖിലും ടെറിട്ടറി നഷ്ടപ്പെടുന്നു. ദെയർ ലീഡേഴ്സ് ബഗ്ദാദിയൊക്കെ കൊല്ലപ്പെടുന്നു. ദെയർ ഫിനാൻഷ്യൽ നെറ്റ്വർക്ക്സ് ഹെവിലി ഡാമേജ് ചെയ്യപ്പെടുന്നു. ഇന്നത്തെ കാലത്ത് ടുഡേ മോസ്റ്റ്ലി സ്മോൾ ഇൻസർജൻറ്റ് സെൽസ് ഇൻ ഇറാഖ് ഡെസേർട്സ്, അവർ അങ്ങനെ മാത്രം ഒതുങ്ങിപ്പോൾ നോവെയർ നിയർ ദെയർ പീക്ക് പവർ. അന്നത്തെ പവറൊന്നും ഇപ്പോൾ ഇല്ല. വൈ ദേ എക്സസ് ഇൻ എക്സ്ട്രാ ലിറ്റിൽ ബിക്കോസ് ദ മിഡിൽ ഈസ്റ്റ് സ്റ്റിൽ ഹാസ് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി. അതുകൊണ്ട് അവിടെ നിൽക്കുന്നു. എക്സ്ട്രീമിസം സർവൈവ്സ് ഇൻ വീക്ക് സ്റ്റേറ്റ്സ്. കമ്പയർഡ് ടു 2017 ഐസിസ് ഈസ് 95% വീക്കർ. ചാറ്റ്ജിപിടി ഡേറ്റയാണ്, ഹിസ്റ്റോറിക് ഡേറ്റ വെച്ച് പറഞ്ഞു. ഇപ്പം പണ്ടത്തെ പോലെയല്ല. 2023 ഡേറ്റയാണ് പറഞ്ഞത്, ഇതിൻ്റെ പെയ്ഡ് വേർഷൻ അല്ല. 3 Arabs are illiterate. Are Arabs illiterate or do they contribute nothing except war? യുദ്ധം മാത്രമാണോ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ? കാട്ടറബിയാണോ, മദ്രസ പൊട്ടനാണോ, മദ്രസ കുണ്ടനാണോ നോക്കാം. കുണ്ടനുള്ള മറ്റേടത്തായി ജൂതേസം കൊണ്ടുപോയി അതുകൊണ്ട് അത് നമുക്കും പോയി, ആ ക്രെഡിറ്റും പോയി പണ്ടാറടങ്ങാണ്ട്. അബ്സല്യൂട്ട്ലി നോട്ട്. അതൊരു മിത്താണ്. കോസ്ഡ് ബൈ മീഡിയ ഫോക്കസ് ഓൺ കോൺഫ്ലിക്ട് ഇൻസ്റ്റെഡ് ഓഫ് അച്ചീവ്മെൻറ്റ്. അവിടെ അച്ചീവ്മെൻറ്റ്സ് മറച്ചു വെച്ചുകൊണ്ട് മീഡിയ എന്ത് ചെയ്തു, മറ്റേതെടുത്ത് കാണിച്ചു. പൊട്ടത്തരങ്ങൾ പോലെ. അതെവിടെ നിന്നാണെന്ന് നോക്കാം. ചരിത്രത്തിൻ്റെ ഭാഗത്ത് എവിടുന്നോ എടുത്തുകൊണ്ട് പോയിട്ട് ആ ചരിത്രം നമുക്ക് നോക്കാം. അറബ് കോൺട്രിബ്യൂഷൻ ടു ഹ്യൂമൻ സിവിലൈസേഷൻ, ഹ്യൂജ് ഹിസ്റ്റോറിക്കൽ ഇമ്പാക്റ്റ്. ഏത് അറബ് കോൺട്രിബ്യൂഷൻ ഹ്യൂമൻ സിവിലൈസേഷൻ കൊടുത്തത് വലിയൊരു കോൺട്രിബ്യൂഷനാണ്. അതെന്തുകൊണ്ടാണെന്ന് പറയാം. ഗ്രീക്കിൻ്റെയും റോമിൻ്റെയും ഇടയിൽ വന്നൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അത് ആരാ കൊടുത്തെന്ന് നോക്കാം. ഡ്യൂറിങ് ദ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് 8 മുതൽ 13 വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞത് 800 മുതൽ 1300 കാലഘട്ടം എന്ന് പറഞ്ഞത് ഗോൾഡൻ ഏജാണ്. അറബ്സ് ആൻഡ് അതർ മുസ്ലിം സിവിലൈസേഷൻ ഹ്യൂമാനിറ്റി എന്ത് കൊടുത്തു? ഒന്ന് അൽ ഖവാരിസ്മി, ആൽജിബ്ര കൊടുത്തു സയൻസിൽ. നമ്മളിന്ന് കാണുന്ന ആൽജിബ്ര എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരെന്ന് കാണുന്നത് എന്തോ ഒപ്റ്റിക്സ്, ഇബിൻ ഹൈത്തം ഒപ്റ്റിക്സിൽ എടുത്തു. അത് ആരെ ഇൻഫ്ലുവൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് എടുത്തുകൊണ്ട് പോയി ആരാന്ന് നോക്കാം. ഫൗണ്ടേഷൻ ഓഫ് ആസ്ട്രോണോമി, ഫസ്റ്റ് സയൻറ്റിഫിക് മെത്തേഡ് പ്രിൻസിപ്പിൾ, മാപ്സ് ആൻഡ് നാവിഗേഷൻ ടൂൾസ്. അത് സയൻസിന് കൊടുത്ത കോൺട്രിബ്യൂഷനാണ്. ഇതിപ്പോൾ നമ്മളുണ്ട്, ഇതിനൊക്കെ എത്തുന്നുള്ളൂ, സമയത്തില്ല. മെഡിസിൻ എന്താ കൊടുത്തു നോക്കാം. ഫസ്റ്റ് ഹോസ്പിറ്റൽ ഉണ്ടാക്കിയത് മുസ്ലിംസാണ്. മെഡിക്കൽ എൻസൈക്ലോപീഡിയ ഉണ്ടാക്കിയത്, സർജറി ടെക്നിക്ക് ഉണ്ടാക്കിയ ആരാണ്? അനാട്ടമി, ഒഫ്താൽമോളജി, ഫാർമസി, അത് മെഡിസിൻ കൊടുത്ത്. ഫിലോസഫി എന്താണ്? ഗ്രീക്ക് നോളജ് എക്സ്പാൻഡ് ചെയ്തത് മുസ്ലിംസാണ്. എന്ന് വെച്ചാൽ നോളജ് ഉണ്ടായത് ഗ്രീക്കിൽ നിന്നാണ്. ആ ഗ്രീക്ക് ഫിലോസഫേഴ്സാണ് പറയുന്നത്, സോക്രട്ടീസൊക്കെ. അവരിൽ നിന്ന് നോളജ് പ്രിസർവ് ചെയ്ത ആരാണ്? മുസ്ലിംസാണ്. ആർക്ക് കൊടുത്തു എന്ന് നോക്കാം.
ആരാണ് എടുത്തുകൊണ്ട് പോയി നോക്കാം. ഓക്കെ, ഇൻഫ്ലുവൻസ്ഡ് യൂറോപ്യൻ റിനയസൻസ് തിങ്കേഴ്സ് എന്ന് വെച്ചാൽ യൂറോപ്പ് ഇന്ന് കാണുന്ന നിങ്ങൾ അഡ്വാൻസ്ഡ് ആണെന്ന് കാണുന്നുണ്ടെങ്കിൽ അത് ഔദാര്യമാണ്. ഇസ്ലാമിൻ്റെ അറബ്സിൻ്റെ ഔദാര്യമായിട്ട് കൊടുത്താണ്. അവർക്ക് വേണമെങ്കിൽ അത് മുക്കിക്കളയായിരുന്നു, കൊടുക്കാതിരിക്കായിരുന്നു. ആരിൽ നിന്ന്? ഗ്രീക്കിൽ നിന്ന്. അതെന്ന് വെച്ചാൽ ഒരു ബ്രിഡ്ജായിരുന്നു ഇസ്ലാമിക് റെവല്യൂഷൻ. അത് വേണമെങ്കിൽ അവർക്ക് നുണ പറയാമായിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ന് കാണുന്ന യൂറോപ്പ് വലിയ പുരോഗതി ഉണ്ടെങ്കിൽ ആ പുരോഗതിയെക്കാട്ടിൽ ഏറ്റവും വലിയ പുരോഗതികൾ ഇസ്ലാമിനാണ്. അതുകൊണ്ട് നിങ്ങൾ മദ്രസ പൊട്ടൻ എന്നുള്ള വിളി മാറ്റി നിർത്തൂ. നിങ്ങൾ പൊട്ടന്മാരല്ലെങ്കിൽ നിങ്ങൾ പോയി ചരിത്രം പഠിച്ചിട്ട് വരൂ പ്ലീസ്. എഞ്ചിനീയറിംഗ് വാട്ടർ സിസ്റ്റംസ് ഉണ്ടാക്കിയത് അറബ്സാണ്. അല്ലെങ്കിൽ അന്നത്തെ ഗോൾഡൻ ഇറ, ഇസ്ലാമിൻ്റെ ഗോൾഡൻ ഇറയിലാണ് ഉണ്ടായത്. മെക്കാനിക്കൽ ഡിവൈസ് ഉണ്ടാക്കുന്നത് അവിടെ നിന്നാണ്. ആർക്കിടെക്ചർ, ആർക്കും ഡോമുകളൊക്കെ ഉണ്ടാകുന്നത് അവിടെ നിന്നാണ്. എന്ന് വെച്ചാൽ യൂറോപ്പിൻ്റെ അല്ലത്, അറബ്സിൻ്റെ. ഗ്രീക്കിൽ നിന്നാണ് ഡോംസിലേക്കൊക്കെ വരുന്നത്. പിന്നെ അറേബ്യൻ കൾച്ചറിലാണ് ഈ ഡോംസ് ഒക്കെ വരുന്നത്. ലിറ്ററേച്ചർ ഫസ്റ്റ് നോവലിലേക്ക് വർക്ക് ഉണ്ടാക്കുന്നത് ഇവരാണ്. സ്കോളർഷിപ്പ്, ലിംഗ്വിസ്റ്റിക്, പോയട്രി, ട്രാൻസ്ലേഷൻ ഉണ്ടാക്കുന്നത് ഇവരാണ്. മാത്തമാറ്റിക്സ് ഉണ്ടാക്കിയത്, അറബിക് ന്യൂമറൽസ് ഉണ്ടാക്കിയത് അവരാണ്. ട്രിഗ്നോമെട്രി അറിയാന്ന് പറഞ്ഞിരിക്കുക, യൂറോപ്പിൻ്റെ ആണെന്ന് പറഞ്ഞിരിക്കുക. അത് കൊടുത്തത് അറബാണ്. ജിയോമെട്രി എക്സ്പാൻഷൻ ഉണ്ടാക്കിയത് യൂറോപ്പ്. ലിറ്ററലി റീബിൽറ്റ്. എൻ്റെ തമ്പരെ, എനിക്കിതിനെ വളരെ എന്താ പറയാനുള്ളത്? ഇപ്പോൾ ഞാൻ യൂറോപ്യൻസിനെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരെ എന്താ പറയാനുള്ളത്? യൂറോപ്പ് ലിറ്ററലി റീബിൽഡ് സയൻസ് ഓൺ അറബിക് ഇസ്ലാമിക് നോളജ്. അവർ കൊടുത്ത അറിവ് വെച്ചിട്ടാണ് യൂറോപ്യൻസ് ഉണ്ടാക്കിയത്. നിങ്ങൾ കാണുന്ന ന്യൂട്ടനും ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയത് അറബ് കൊടുത്ത നോളജ് വെച്ചിട്ടാണ്, അല്ലാതെ ഇവർ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതിലും വല്ല തെളിവാണെങ്കിൽ ചരിത്രം പോയി പഠിച്ചു. ഇത് ChatGPT ആണ്, ഞാൻ എൻ്റെ സ്വന്തം വായിന്ന് വിളിച്ചു വന്നില്ല. മോഡേൺ അറബ് വേൾഡ് ചാലഞ്ചസ് ബട്ട് നോട്ട് ഇല്ലിറ്ററേറ്റ്. അവർ വിദ്യാഭ്യാസമില്ലാത്ത വിവരമില്ലാത്തവന്മാരല്ല. ആ വിവരക്കേടാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജൂതനും അമേരിക്കക്കാരനല്ല, ഇന്ത്യക്കാരനും ഈ ബുദ്ധിയുണ്ട്, മലയാളിക്കും ബുദ്ധിയുണ്ടെന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. എന്താ ലിറ്ററസി? ഇത് ഞാൻ പഠിക്കുന്ന ചരിത്രം പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ നോക്കൂ. ലിറ്ററസി ഹാസ് റൈസ് മാസീവ്ലി. 1960 ആവറേജ് ലിറ്ററസി ഇൻ അറബ് കൺട്രീസ് 20 to 30%. ഓക്കെ, ടുഡേ ഇറ്റ് ഈസ് 75 to 90% ഡിപ്പെൻഡിങ് ഓൺ ദ കൺട്രി. നമ്മൾ അറബുകളല്ല, നമുക്ക് അവരുടെ കാര്യം അറിയേണ്ട. ഞാൻ ഇന്ത്യക്കാരനാണ്. ഇന്ത്യയുടെ ലിറ്ററസിയും കേരളത്തിൻ്റെ ലിറ്ററസി മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. പക്ഷേ അറേബ്യൻ രാജ്യത്തിൻ്റെ ലിറ്ററസി ഇപ്പോൾ 97 ആയി. ഖത്തർ, ബഹ്റൈനൊക്കെ. സൗദി 95 അതുകൊണ്ടാണ് ഈ ജോലി പോകുന്നത്. അവർ പഠിച്ചു തുടങ്ങി, നിങ്ങൾ പുറത്തായി. ഈജിപ്ത് 75 സ്റ്റിൽ ഇംപ്രൂവിങ്. ദിസ് ഇസ് നോട്ട് ഇല്ലിറ്ററസി. നിങ്ങൾക്ക് അതിൻ്റെ ഒരു കണക്കെടുക്കണമെങ്കിൽ പോയി നോക്കിയിട്ട് വാ. ലിറ്ററസിയുടെ കണക്കെടുക്കണമെങ്കിൽ നോക്കിയിട്ട് വാ. Modern contribution often ignored. Science and technology. Arabs still built some of the world's strongest space programs. യുടെ മാർസ് മിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ. അപ്പോൾ പറയും യൂറോപ്യൻസ് അല്ലേ അതിനകത്ത് എഞ്ചിനീയേഴ്സ്. ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. സൗദി അറേബ്യ ആൻഡ് ഖത്തർ ബില്യൺസ് റിസർച്ചിന് വേണ്ടി അത് പഠിക്കാൻ വേണ്ടി പൈസ കൊടുക്കുന്നത് തെറ്റാണോ? അതൊരു കോൺട്രിബ്യൂഷനല്ലേ? പൈസ ഉണ്ടെങ്കിൽ കൊടുക്കണം. അറിവില്ലെങ്കിൽ അറിവുള്ളവരടുത്ത് പോയി പഠിക്കണം. അത് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്ഥാപനങ്ങൾ വേണമെങ്കിൽ ഉണ്ടാക്കണമെങ്കിൽ ആൾക്കാർ ഇതുപോലെ പഠിക്കണം. അല്ലാതെ പിന്നെ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് എടുത്തിട്ടാണ് ഞാൻ ചെയ്യും. അറബ് മാത്തമാറ്റീഷ്യൻ, ഡോക്ടേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് എവ്രിവെയർ ഗ്ലോബലി. അവരും പഠിക്കുന്നുണ്ട്, ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. എക്കണോമിക്സ് ഗൾഫ് എക്കണോമിയാണ്. കേരളത്തിൻ്റെ കാര്യത്തിൽ കേരളം മാത്രം പറഞ്ഞത്, കേരളത്തിൻ്റെ എക്കണോമിക്സ് ഗൾഫ് കൺട്രിയാണ് അല്ലേ? പൈസ വന്നത് പണ്ടത്തെ വിദേശ പണമാണ്. ആ വിദേശ പണം വന്ന അറബ് രാജ്യങ്ങളാണ്. ഹ്യൂമാനിറ്റേറിയനായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡൊണേഷൻ കൊടുക്കുന്നത് ഈ പറഞ്ഞ അറബ് രാഷ്ട്രങ്ങളാണ്. ഹദിയായിട്ടും സ്വതക്കയായിട്ടും അവരുടെ സക്കാത്തായിട്ടും പോകുന്നത് ഇസ്ലാമിക് കൺട്രീസിന് മാത്രമാണ്. ബാക്കിയുള്ളവർ കൊടുക്കുന്ന പറയട്ടെ, ക്രിസ്ത്യാനിറ്റി കൊടുക്കുന്നൊരു കഥ പറ അല്ലേ? സക്കാത്ത് 2.5% നിർബന്ധമായിട്ട് കൊടുക്കുന്ന ഒരേ ഒരു മതം ഇസ്ലാം മതമാണ്. അതിന് എല്ലാ വർഷവും കൊടുക്കുന്നുണ്ടോ? കിട്ടുന്ന ആൾക്കാർ പറയട്ടെ. ഫിലിം, സ്പോർട്സ്, ആർക്കിടെക്ചർ, ആർട്ട്, ഗൾഫ് എല്ലാത്തിനും ഉണ്ട്, ഇൻഫ്ലുവൻസ് ഉണ്ട്. ആര് പറയുന്നുണ്ടായിരുന്നു ഇറാനിൽ പെണ്ണുങ്ങൾക്ക് പറ്റുന്നില്ല, അപ്പോൾ ഒരു ഇറാനിൽ വീഡിയോ എടുത്തു, യൂട്യൂബ് എടുത്തിട്ടു. ഞങ്ങളുടെ പെണ്ണുങ്ങളുണ്ടോ സൈക്കിൾ ഓടുന്നുണ്ടോ, സ്പോർട്സിൽ പെർഫോം ചെയ്യുന്നുണ്ടോ? അതൊക്കെ ഞങ്ങളുടെ നേതാവിൻ്റെ നാട്ടിൽ തന്നെയാണ്, അവരാരെയും കൊല്ലുന്നില്ല. അപ്പോൾ ഇവരുണ്ടാക്കുന്ന ചെറിയ ഒരു ഇവന്റ് കൊണ്ടുവന്നിട്ട് പറയും കണ്ടോ ഇറാൻ മീഡിയ ഫ്രെയിമിങ്. ഒരു ഇൻസിഡന്റ് നടക്കും, ആ ഇൻസിഡന്റിന്റെ എവിഡൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്തിൽ ഒരെണ്ണം നടന്നിട്ടുണ്ടെങ്കിൽ അവർ പറയും മൊത്തത്തിൽ അങ്ങനെയാണ് കേട്ടോ, അവിടെ കൊലപാതകം. ഏത് ഇന്ത്യയിൽ നടക്കുന്ന പറയുന്നതാണ്, കേരളത്തിലാണ്ടോ ആൾക്കാരെ കൊല്ലുന്നുണ്ട്, നിങ്ങൾ പോയി അങ്ങോട്ട് പോകല്ലേ. ബംഗാളി എടുത്ത് പറയുന്നതാണ്, നിങ്ങൾ പോകല്ലേ, നിങ്ങളെ കൊല്ലും. ഇന്നാളെ ഒരു സ്ത്രീ വന്നിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് ട്രെയിൻ ഇറങ്ങിയിട്ട് പറയുന്നു, ട്രെയിനിൽ ഒറ്റ മനുഷ്യന്മാരില്ല, ഞാൻ സേഫായിട്ട് തിരുവനന്തപുരം എയർപോർട്ടിൽ സെൻട്രലിൽ പോയി ഇറങ്ങി, ഏത് കിലോമീറ്ററുകളോളം ഓടി വന്നിട്ട് എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ കൊടുത്ത നരേറ്റീവ് എന്താണ്? അവരങ്ങനെ പറയണമെങ്കിൽ അവർ പറയുന്നതാ കേരളത്തിൽ പീഡിപ്പിക്കുന്നു, നിങ്ങൾ പോകല്ലേ, പേടിച്ചു പോകണം, നിങ്ങൾ അവിടെ ഇറങ്ങല്ലേ, നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ അങ്ങനത്തെ ന്യൂസുകളാണ് പറയുന്നത്. അത് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് ഇറാനിൽ പോകുന്നത്? എന്തിനു നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യം? അത് കേരളത്തിനെ പറ്റി പറയുന്ന കാര്യം പറയുമ്പോൾ നമ്മൾ ഇറാനിൽ പോകുന്നതിനാ? നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്നാൽ പോരെ.
Media does not show scientists, doctors, students, scholars, engineers. Media shows wars in Syria. Whoa. Yemen, Iraq, Libya. This creates a false image. എപ്പോഴും തകർന്നിരുന്ന ബിൽഡിങ്ങുകൾ, പട്ടിണി നടക്കുന്ന ആൾക്കാർ, തോക്കുമായിട്ട് നിൽക്കുന്ന ആൾക്കാർ, മുഖം മൂടിയിട്ട ആൾക്കാർ, അല്ലാതെ അവർ ഈ പറഞ്ഞ ഡോക്ടർമാരെയൊന്നും കാണിക്കത്തില്ല. എന്ത് കഷ്ടം നോക്കിയാൽ. ഇറ്റ് ഈസ് ലൈക്ക് ജഡ്ജിങ് ഓൾ അമേരിക്കൻസ് ബൈ സ്കൂൾ ഷൂട്ടിംഗ്. ഏറ്റവും കൂടുതൽ സ്കൂൾ ഷൂട്ടിംഗ് എവിടെ? അമേരിക്കയിലെ സ്റ്റുഡൻസ് തോക്കുമായിട്ടാണ് ക്ലാസ്സിൽ പോകുന്നത്. എന്ത് ഗതികേടാ. അമേരിക്കയുടെ ക്ലാസ് നടക്കുന്നതിനിടയ്ക്ക് മിലിറ്ററി വന്നിട്ട് അവരെ ചെക്ക് ചെയ്യും. കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഈ തോക്കുണ്ടോന്ന് ചെക്ക് ചെയ്യും. അവർ കയറി ഡ്രഗ് ഉണ്ടോ നോക്കി ചെയ്യും. മിലിറ്ററി ക്ലാസ് റൂമിൻ്റെ ഇടയിൽ എന്നാലും ട്രോമയല്ലേ അത്. നമ്മുടെ വീട്ടിലേക്ക് ഒരു പട്ടാളക്കാരൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ച് എത്ര വന്ന് പിടയ്ക്കും. ഇപ്പം അടുത്തൊരു പ്രശ്നം വന്നു. സ്കാമേഴ്സ് ചെയ്യുന്നൊരു പരിപാടി വന്നു. സ്കാമേഴ്സ് എന്ത് ചെയ്യും? പൈസ അടിച്ചു മാറ്റിയിട്ട് സാധാരണക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് 500 100 ഒക്കെ ആയിട്ട് അയച്ചു കൊടുക്കും. അപ്പം ഇപ്പോൾ അടുത്തൊരാൾ പറഞ്ഞാണ്, അയാളുടെ വീട്ടിൽ പോലീസുകാർ വന്നു, സൈബർ സെല്ലിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ വരുവാണ്. അവർ പേടിച്ചു പോയി. 500 രൂപ അക്കൗണ്ടിൽ വന്ന് എവിടെ നിന്നാന്ന് പറഞ്ഞു തരാൻ. എന്ത് ഗതികേടാ നോക്കി. 500 കൊണ്ടിരിക്കുക. നമ്മൾ 500 കഥ കൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ അങ്ങോട്ട് പോകാറ് ഇങ്ങോട്ട് വരാറുണ്ട്. ആരെങ്കിലും ചെക്ക് ചെയ്യുന്നുണ്ടോ? നമ്മൾ ബാങ്കിൻ്റെ പലിശ വരുന്നുണ്ട്. അത് നമ്മളിപ്പോൾ ഒരു അക്കൗണ്ട് വന്നു കഴിഞ്ഞാൽ റാൻഡം ആയിരിക്കും. നമ്മളൊക്കെ 500 രൂപയ്ക്ക് കൊണ്ട് നമ്മൾ ബാങ്കിൽ പോയി തിരക്കാൻ നിൽക്കുക. എന്നാൽ ഈ പൊട്ടന്മാരല്ല, അവന്മാർക്ക് അഹങ്കാരമാണ്. സാധാരണക്കാരനെ പിഴിയാം, എന്നാൽ ഇവർക്ക് വന്ന് സോഴ്സ് അടിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവൻ എന്ത് ഓപ്പറേഷൻസാണ് ഇവർ ചെയ്യുന്നത്? ഇവർക്ക് എന്ത് ഇൻ്റലിജൻസ് ആണുള്ളത്? എന്ത് സിസ്റ്റമാറ്റിക് ആണ്? എന്ത് സൈബർ സെല്ലുള്ളത്? കുന്തമാണുള്ളത്. 500 രൂപ വന്ന് ഒരു പാവപ്പെട്ടവൻ്റെ അക്കൗണ്ട് വന്നിട്ട് നോക്കുകയാണ്, നിങ്ങൾക്ക് എവിടെ നിന്ന് പൈസ വന്നത്? നിങ്ങൾ തീവ്രവാദത്തിൻ്റെ ബന്ധമുണ്ടോ? അങ്ങനെ എടാ അയച്ചവൻ്റെ പോയി നോക്ക്. ഇതിനൊരു റൂട്ട് മാപ്പ് എടുത്തുകൂടെ? നിങ്ങളുടെ തലയിൽ അങ്ങനെ ചെളിയാണോ ഇരിക്കുന്നത്? എന്നിട്ട് അവർ പേടിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിലേക്ക് ഒരു പട്ടാളക്കാരൻ തോക്കുമായിട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, തോക്കുണ്ടോ, ഡ്രഗുണ്ടോ, എടുക്ക്. നിങ്ങളുടെ അന്നത്തെ ക്ലാസ്സിൻ്റെ അവസ്ഥയായിരിക്കും. പേടിച്ച് ഞെട്ടി പണ്ടാറടങ്ങും. നിങ്ങൾ പിന്നെ ക്ലാസ് പോകത്തില്ല. സ്കൂൾ ഷൂട്ടിംഗ് ഉള്ളത് ഏറ്റവും അമേരിക്കയിലാണ്. അതാരും പറയത്തില്ല. റേസിസം ഉള്ളത് അമേരിക്കയിലാണ്. എന്നാൽ റേസിസം ആകുന്ന എന്തിൻ്റെ പേരിലാണ്? ഇമിഗ്രൻസിൻ്റെ പേരിൽ. തമാശയാണ് അമേരിക്ക കേട്ടോ, തമാശ. എന്ന് വെച്ചാൽ എന്തറിയോ, നമ്മുടെ അടുത്ത് പറയും ഇമിഗ്രൻസ് വരുന്നു. അവരാരാണെന്നുള്ളത് നമുക്ക് നോക്കാം, എക്കണോമിക്സ് നോക്കാം. ഓക്കെ, ഇപ്പം എനിക്ക് സമയമില്ല, അത് നമുക്ക് നിനക്കുള്ളത് നാളെ തരാം. അവർ യുദ്ധങ്ങളിൽ എൻഗേജ് ചെയ്യുന്നു, ആരും പറയുന്നില്ല. അവർ ചെയ്യുന്നതെല്ലാം നല്ല കാര്യങ്ങളാണ്. മറ്റുള്ള രാജ്യങ്ങളെ നല്ലതാക്കാൻ, ഡെമോക്രസി വളർത്താൻ വേണ്ടിയിട്ടാണ് അവർ യുദ്ധം ചെയ്യുന്നതെന്ന് പറയുന്നത്. ഡ്രഗ് എപ്പിഡമിക് അത് വളർത്തുന്നവരാണ്. എവറി സൊസൈറ്റി ഹാസ് പ്രോബ്ലം. അറബ് സൊസൈറ്റീസ് ആർ നോട്ട് ഡിഫൈൻഡ് ബൈ വാർ, ദേ ആർ ഡിഫൈൻഡ് ബൈ കൾച്ചർ, ഹിസ്റ്ററി, ഇന്നോവേഷൻ, യൂത്ത് പോപ്പുലേഷൻ. ഇതൊക്കെ ഉണ്ട്. നിങ്ങൾക്കാണെങ്കിൽ അമേരിക്കയിൽ പോയി ഇത് കാണാൻ പറ്റില്ല. കാരണം അമേരിക്കയിൽ ഇതില്ല, അമേരിക്കക്കാർക്ക് ഇതില്ല. അമേരിക്കക്കാർ മൊത്തം കുടിയേറിയവരാണ്. അതാരാണെന്ന് ഞാൻ നാളെ പറഞ്ഞുതരാം. എന്നുവെച്ചാൽ ഐസിസ് വാൾ പൊളിറ്റിക്കൽ, അറബ്സ് നോട്ട് ഇലിറ്ററേറ്റ്, മോഡേൺ അറബ് ഒരുപാട്. ഇഫ് യു വാണ്ട് ഐ ക്യാൻ എക്സ്പ്ലെയിൻ. അപ്പോൾ ഞാൻ പറയുന്നു, ഈസ് ഇസ്ലാമോഫോബിയ ഡിക്ലൈൻ ആൻഡ് വൈ? ഹൗ ദേ ഇൻഫ്ലുവൻസ് ദി റിനൈസൻസ് തിങ്കേഴ്സ് ആൻഡ് ഹൂ വേർ ദ തിങ്കേഴ്സ്? അത് ഞാൻ ചോദിച്ചു. ന്യൂട്ടൺ ആണോ എന്ന് ചോദിച്ചു. ആ റിനൈസൻസ് ഉണ്ട് അയാൾ. ഓക്കെ, ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, റിനൈസൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കാലഘട്ടം, വിപ്ലവ കാലഘട്ടം ഉണ്ടല്ലോ.